Good morning. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ശരത്. നമ്മളുടെ ഗ്രൂപ്പിലൊന്ന് അറിയിക്കാം, എല്ലാ ഗ്രൂപ്പുകളൊന്നും അറിയിക്കാം. സോ വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. ഓക്കെ, നമ്മുടെ കോച്ചിങ് തുടരുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ച വിഷയമായിരുന്നു ഇമ്പോർട്ടൻസ് ഓഫ് എ മെൻറ്റർ, അല്ലെ? ഒരാളുടെ ലൈഫിൽ ഒരു മെൻറ്റർ ഉണ്ടായി കഴിഞ്ഞാലുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. And how are you doing? How are you feeling? Are you okay? ഇന്ന് എത്ര മണിക്കാണ് നിങ്ങൾ എണീറ്റുള്ളത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ. വെൻ യു വേക്ക് അപ്പ്, ജസ്റ്റ് കമന്റ് ആവും. നമുക്ക് എന്ത് ചെയ്യാം, ഒരു അച്ചീവ്മെന്റ് എന്ത് ചെയ്യാം ഒന്ന് എഴുതിയിടാം. ജസ്റ്റ് റൈറ്റ് ആവും വെൻ യു വേക്ക് അപ്പ്. 5 മണിക്ക് മുൻപായിട്ട് എണീറ്റ്, അല്ലെങ്കിൽ എത്ര മണിക്കാണോ നിങ്ങൾ എണീറ്റ്, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, യു വേക്ക് അപ്പ് അറ്റ് 5 AM. 5 മണിക്ക് 4:45, 4 മണിക്ക് വെരി ഗുഡ്. 4:45, ഓക്കെ. 4:30, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. നിങ്ങളൊക്കെ നേരത്തെ ഉറങ്ങാറുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എത്ര മണിക്കാണ് ഉറങ്ങിയത് അതൊന്നും കൂടെ കമന്റ് ചെയ്യൂ കേട്ടോ. ഇവിടെ പലരും 5 മണിക്കെന്ന് പറയുന്നുണ്ട്. ബട്ട് നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങിയത്? 10 മണിക്ക്, 12 മണിക്ക്, ഓക്കെ. 12 മണിക്ക് ഉറങ്ങിയിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് 4 മണിക്ക് എണീക്കരുത്. ഓക്കെ ഓക്കെ 10 മണിക്ക് ഉറങ്ങാം കേട്ടോ. ഓക്കെ, ചില ആൾക്കാർ ഉറങ്ങിയത് എത്ര മണിക്കാ? ഓക്കെ, ശരി, 11, 15. ഓക്കെ, നിങ്ങൾ എപ്പോഴും എന്താ വെച്ചാൽ നിങ്ങളുടെ ടൈമിങ് ഉറപ്പ് വരുത്തുക. ഒരു 8 മണിക്കൂർ മുമ്പ് 7 മണിക്കൂർ മിനിമം ഉറങ്ങുന്നുണ്ടെന്നുള്ളത്. ഏറ്റവും മിനിമം 7 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കും. 8 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ 7-8 മണിക്കൂറൊക്കെ ആണെങ്കിൽ വളരെ ഹെൽത്തി ആണ്. ഓക്കെ, ഓക്കെ ഓക്കെ സോ ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. വെൽക്കം ബാക്ക്. നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക് പറഞ്ഞു വന്നിരുന്ന പോയിന്റ് അല്ലെ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു, ഓർമ്മയുണ്ടോ? അത് എഴുതിയോ? ക്വസ്റ്റ്യൻസ് തന്നത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. ഓക്കെ, എഴുതിയിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് എന്താ വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിലേക്ക് പോകാം. എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഞാൻ ഒരു അസൈൻമെന്റ് തന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? എന്താണ് അസൈൻമെന്റ് തന്നത്? ഓർമ്മയുണ്ടോ? എന്താ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു തന്നിരുന്നത്? ആരാ വായിക്കാം? നിമി, ക്യാൻ യു റീഡ് ഇറ്റ്? ഇന്നലെ തന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാവോ? ഹലോ, അൺമ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, ചെയ്തോളൂ. ഓക്കെ താങ്ക് യു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്നെ കുറിച്ച് പൊതുവെ എന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു ആം ഐ, ഞാൻ ആരാണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ നെഗറ്റീവായിട്ട് എന്തൊക്കെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്? ഓക്കെ, വാട്ട് ആർ ദ എക്സ്ക്യൂസസ് or what are the complaints I makes when I think about me? ഓക്കെ. നിമി, ലെറ്റ്സ് ഗോ. പോകാം. റെഡി? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറ. എന്നെ കുറിച്ച് പൊതുവെ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? എന്താ ചിന്തിക്കുന്നത്? ഇപ്പൊ ഒന്നും ചിന്തിക്കുന്നില്ല, പോസിറ്റീവ് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഓക്കെ, എന്തായിരുന്നു ചിന്തിച്ചിരുന്നത്? അത് പറഞ്ഞ. ചിന്തിച്ചിരുന്നത് നല്ല ഫിയർ ആയിരുന്നു. അതായത് നല്ല പേടിയുള്ള ആളാണ്. പിന്നെ നല്ല പേടിയുണ്ട്. പിന്നെ പിന്നെ മാക്സിമം എല്ലാത്തിലും ഒരു പെർഫെക്ഷൻ രീതിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒന്നിലും എത്താത്ത പോലെ ആയി നിൽക്കും. ഓക്കെ, മാക്സിമം പെർഫെക്ഷൻ അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഓ സോറി, ഒരു കോൾ വരുന്നു. ഓക്കെ, പിന്നെ അടുത്തത്, ഹു ആം ഐ. മുന്നേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ചിന്തിക്കുന്നു. ഹാർഡ് വർക്കിംഗ് ആണ്,
അങ്ങനെ ചിന്തിക്കുന്നു, അറിയില്ല. അങ്ങനെയില്ല. നിമി, ലെറ്റ്സ് ബി ഹോണസ്റ്റ്. ഇതിനു മുൻപ് ചിന്തിച്ചിരുന്നത് പറയൂ. അല്ലെങ്കിൽ അതിപ്പോ സെഷനിലേക്കൊക്കെ വന്നതിന് ശേഷമാണല്ലോ ഹാർഡ് വർക്കിംഗ് എന്നൊക്കെ ചിന്തിക്കാൻ പഠിച്ചത്. ഇന്നലെയാണ് ചിന്ത മൊത്തം മാറിയത്. ഇല്ല റൈറ്റ്? ഇല്ല അത് കറക്റ്റ്, അത് കറക്റ്റ്. ഇല്ല സാറിന്റെ മുന്നിലുള്ള ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒരു ഈ 7 years മുന്നേ ആണെന്ന് തോന്നുന്നു. അപ്പോഴും ഈ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഡ്രൈവിംഗ് നല്ല പേടിയായിരുന്നു. ബോംബെയിൽ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല പേടിയുള്ള കാര്യമായിരുന്നു. പക്ഷെ സാറിന്റെ സെഷൻസ് ഇങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ഇതിന് പോണത് തന്നെ, ഡ്രൈവിംഗ് പഠിക്കാൻ. പിന്നെ ഫൈനലി ലൈസൻസ് എടുത്ത് കിട്ടി, ഓടിക്കുമായിരുന്നു. 3 വർഷത്തോളം ഓടിച്ചു അവിടെ. ഓക്കെ ഓക്കെ അപ്പൊ ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. തോന്നാറുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഉം. ചോദിക്കുന്നത് സെൽഫ് ഇമേജ് ഉണ്ടായിരിക്കുമല്ലോ. പെർഫെക്ഷനിസ്റ്റ് ആണ് എന്നൊരു സെൽഫ് ഇമേജ് ഉണ്ടായിരുന്നു അല്ലെ? ഞാൻ അങ്ങനെയല്ല, പെർഫെക്ഷൻ ആയാലും മാത്രമേ ഞാൻ അത് മുന്നിലോട്ട് കൊണ്ടുപോകുള്ളൂ എന്നുള്ള തിങ്കിങ് ആണ്. ഇപ്പൊ ഈ അങ്ങനെയുള്ള എക്സാം ആളെ കുറിച്ച് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇമേജ് എന്തായിരുന്നു അന്ന് നിങ്ങളുടെ മനസ്സിൽ? നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തോന്നിയിരുന്ന ഒരു ഇമേജ്, സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് മൊത്തത്തിൽ നമുക്ക് നമ്മളെ കുറിച്ച് തോന്നുന്ന ഒരു ഇമേജ് ആണ്. നമ്മുടെ ചില അത് നല്ല പേടിയുള്ള ടൈപ്പാ, നല്ല പേടിയായിരുന്നു. നല്ല പേടിയുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ് ഒന്ന്. അപ്പൊ ഉം. ഈ പേടി എന്ന് പറയുന്നത് ഏത് തരത്തിൽ പേടി? അതും കൂടെ ഉണ്ടാവും. സ്പെസിഫൈ ചെയ്യണം. ഏത് തരത്തിൽ ആ, പേടി? പേടി എന്ന് പറയുമ്പോ ഇപ്പൊ പരാജയപ്പെടുമോ എന്നുള്ള പേടി. ആ അതെ അതെ. സോ കാരണം നമ്മളെ കുറിച്ച് എല്ലാവരും വിചാരിക്കും, ഇവളെന്തായാലും പാസ്സാകും, അല്ലെങ്കിൽ ഇവളെന്തായാലും അത് ചെയ്യും. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താകും എന്നുള്ളൊരു പേടി. പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ എന്ത് പറയും? ഒന്നും അതെ അതെ. കൊള്ളാത്ത കഴിയാത്ത ആളൊരാളായിട്ട് ചിത്രീകരിക്കപ്പെടുമോ? അപ്പൊ ആ, ഒന്നിനും അങ്ങനത്തെ കൊള്ളാത്ത പേടി, അതെ. ഒരാള് എന്ന ഇമേജ് ആണ്. അതെ അതെ. ഇഗോടെ അതാകുമോ? ഇതിന്ന് വരുന്നത് വർക്ക് ചെയ്യണം എന്ന ചിന്തയിൽ നിന്ന് വരുന്ന സാധനമാണ്. അപ്പൊ എന്നിട്ട് പേടിക്കുകയാണ്. ഓക്കെ. സോ ദാറ്റ് ഇസ് ദ ഉം. സെൽഫ് ഇമേജ് യു ക്യാരിഡ്. അത് എന്നാ വിട്ടുപോയിട്ട് കുറെ ആയോ? അതല്ല നമ്മൾ അല്ല, റീസെന്റ് ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് വിട്ടുപോയത്? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയൊക്കെ. ഓക്കെ, ശരി, വെരി ഗുഡ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി വിട്ടുപോകുക എന്നുള്ളതാണ് വേണ്ടത്. സോ യുവർ സെൽഫ് ഇമേജ് ഈസ് ചേഞ്ചിങ് നൗ. ഓക്കെ, സോ വട്ട് ഈസ് യുവർ സെൽഫ് ഇമേജ് നൗ? ഇപ്പോഴത്തെ സെൽഫ് ഇമേജ് എന്താണ്? ഇപ്പോ നമ്മള് വർക്ക് ചെയ്ത് അച്ചീവ് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മള് എന്താ ഉം. പറയാ, അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയ പോലെ തോന്നുന്നുണ്ട്. ലൈക്ക് ഓക്കെ. അതായത് എന്നെ കൊണ്ട് പറ്റും, പറ്റും. ഐ അതെ അതെ. ക്യാൻ എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അതെ അതെ. ഫ്രീ കോച്ചിങ്ങിലൂടെയാണ് ഇതൊക്കെ ഇപ്പൊ നേടിയത് അല്ലേ? ഈ അതെ മോർണിംഗ് അതെ. കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള കോച്ചിങ്ങിലൂടെയാണ് ഇത്രയും നേടിയത്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അതെ അതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആഹ് ഞാൻ നെഗറ്റീവായിട്ട് എന്തെല്ലാം രീതിയിൽ സംസാരിക്കുന്നുണ്ട്? ഞാൻ നെഗറ്റീവായിട്ട് ഏതെല്ലാം രീതിയിൽ സംസാരിക്കുന്നുണ്ട്? ഓക്കെ. ഞാൻ നെഗറ്റീവായിട്ട് ഏതെല്ലാം രീതിയിൽ സംസാരിക്കുന്നു? ഏതെല്ലാം രീതിയിൽ സംസാരിക്കുന്നത്? അത് മുന്നേ എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കൂടി ഇരിക്കുകയാണെങ്കിലും, ഈ എക്സാം ഭയങ്കര ടഫായിരിക്കും, ഇപ്പൊ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട ഒരു 2 മാസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി, അങ്ങനെയൊക്കെ ഉം. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമായിരുന്നു. ഇപ്പൊ ഉം. ഞാൻ അവരെയും കൂടി കുറച്ചും ഉം. കൂടി മോട്ടിവേറ്റ് ഉം. ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, പറ്റും എന്നൊക്കെ പറഞ്ഞ് നമുക്കിപ്പോ ആ ഒരു എന്നാലും കോൺഫിഡൻസ് അത് വരുന്നുണ്ട്. ഒരു കാര്യമുണ്ട് ഇവിടെ. ഇപ്പം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നിമി ഫുള്ളി പോസിറ്റീവ് ആയിട്ടുണ്ടോ? ആ, പുള്ളി എന്ന് പറഞ്ഞ ഒരു 70% ആയിട്ടുണ്ട്. സോ ദർ ഇസ് എ 70-80. 30%, റൈറ്റ്? ഉം, പിന്നെ അതിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് പറഞ്ഞാൽ നമ്മൾ സ്റ്റഡി കംപ്ലീറ്റ് ആയിട്ടില്ല ആ ആ എന്നുവെച്ചാ, ആ ആ ആ. അതും അതിന്റെ ഒരു പറ സ്റ്റഡി കംപ്ലീറ്റ്. മൊത്തം പഠിച്ചു തീർന്നു എന്ന് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. പിന്നെ ആ, വേറെന്താ ഉള്ള 30%? വേറെന്താ ഉള്ള? അത് തന്നെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ടൈം വേണം എന്നുള്ളൊരു തിങ്കിങ് വരുന്നുണ്ട്. ടൈം വേണം എന്നുള്ള തിങ്കിങ് ആണോ? ടൈം പോരാ, ആ, കുറവാണ്? പോരാ. അതെ, നമ്മൾ കംപ്ലീറ്റ്, അതായത് ആ ഒന്ന് ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് നോട്ട് ചെയ്ത് വെച്ച് ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് കേട്ടോ. ടൈം പോരാ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പോരാ, എന്ന് ഓക്കെ, തോന്നാറുണ്ട്. ടൈം ഈസ് നോട്ട് ഇനഫ്. എഴുത് അതിന്റെ താഴെ എഴുത്. ടൈം ഈസ് അതേ ചോദ്യത്തിന്റെ താഴെ, ആ ചോദ്യത്തിന്റെ താഴെ എഴുതി ഉത്തരം എന്തായിരുന്നു? എഴുതി. ഉം, അതിപ്പോ അത് ഇന്നലത്തെ ക്ലാസ്സിലൂടെ കിട്ടിയ ആ ഒരു ഇതാണ് ഞാൻ എഴുതിയത്. ഇനി നെഗറ്റീവായിട്ട് ഒന്നും സംസാരിക്കില്ല അല്ല എന്നാണ് അല്ല, എഴുതിയത്. നോ ഉത്തരം ഞാൻ എക്സസൈസ് ചെയ്യാനുള്ളത് എക്സസൈസ് തന്നെ എഴുതണം. ഓക്കെ, എക്സസൈസ് ചെയ്യാനുള്ള എക്സസൈസ് തന്നെ എഴുതണം. ഓക്കെ, എഴുത്. അതെന്താ എഴുതിയത്? വായിച്ച് പറ. നോ മോർ നെഗറ്റീവ്സ്. അങ്ങനെയില്ല. അപ്പൊ അതല്ലല്ലോ അതിന്റെ ഉത്തരം. അതിന്റെ ഉത്തരം അതല്ല.
അതിന്റെ ഉത്തരം ഇതാണ്. ഞാനിപ്പോ ഈ പറഞ്ഞതാണ് അതിന്റെ ഉത്തരം. അതായത് ടൈം തികയുന്നു. ടൈം തികയുന്നില്ല എന്നുള്ള ചിന്ത ഇപ്പോഴും ഉണ്ട്. സോ ദാറ്റ് ഈസ് അതുണ്ട്. റിയാലിറ്റി. അതെഴുത്. അതല്ല അതിന് ഉത്തരം. അതെഴുത്. ഓക്കെ. രണ്ടാമത്തത് എന്താണ്? അടുത്ത ഉത്തരം എന്താ? അത് ഞാൻ മാത്രമേ എഴുതിയുള്ളൂ. നിങ്ങൾക്ക് ഇന്നലെ തന്ന എക്സസൈസ് പോലെ ആയിരിക്കില്ല, മിനിഞ്ഞാന്ന് തന്ന എക്സസൈസ് പോലെ ആയിരിക്കില്ല ഞാൻ ഇന്നലെ തരുന്നത്. അത് കേട്ടിട്ട് നിങ്ങളത് ഓക്കെ സാർ ഉദ്ദേശിച്ച ഇതായിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ എഴുതാം. അതെ അതെ. No, അതങ്ങനെയേ അല്ല. കംപ്ലീറ്റ്ലി നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലേ ആയിരിക്കില്ല ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ഇറ്റ്. മനസ്സിലാവുണ്ടോ? ഓക്കെ. സോ ഇന്നലെ ഇന്നലത്തതില് തന്ന സംഗതിയിൽ എന്താണ്? അടുത്തെന്താ? അല്ല, അടുത്തതല്ല. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം ടൈം വേണ്ടത്ര ഇല്ല, പഠിച്ചു തീർന്നിട്ടില്ല എന്ന്. ഓക്കെ, ഒരുപാട് അടുത്ത് എഴുതിക്കോ, പഠിച്ചു തീർന്നിട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതിന് പകരം എന്താണ്? പഠിച്ചു തീർന്നിട്ടില്ല. ഈ ചിന്ത ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീരുന്നില്ലല്ലോ, ഒരു നെഗറ്റീവ് ഫീലിംഗിലേക്ക് പോകും. സോ അതിന് പകരം എന്താ വേണ്ടത്? കുറച്ചുകൂടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ദാറ്റ്സ് ഓൾ. കുറച്ചുകൂടെ എനിക്ക് ചെയ്യാനുള്ളൂ. അങ്ങനെയുള്ള വാക്കിലേക്ക് മാറ്റണം. കുറച്ചുകൂടി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? നെക്സ്റ്റ് എന്താണ്? What are the excuses you make when you think about yourself? ഓക്കെ, നിന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ എന്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്? കുറിച്ച് എന്തൊക്കെയാണ്? ഈ സെയിം തന്നെ, ടൈം കുറവാന്ന് തോന്നാണ്ട്. ടൈം കുറവാണ്, അതൊരു എക്സ്ക്യൂസ് ആണ്. പിന്നെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം പഠിക്കാൻ, അതും ഒരു എക്സ്ക്യൂസ്. ജോലി കഴിഞ്ഞിട്ട് വേണം വന്നിട്ട് പഠിക്കാൻ. ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും? അതെ അതെ അല്ലേ? ആ സാധനമാണ് ഇത്. ഫീൽ ചെയ്തിട്ട് പറയുന്നതോട് കൂടി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. കോൺഷ്യസ് മൈൻഡിലേക്ക് സാധനം പോയി കഴിഞ്ഞാൽ what happens is like, it is stored there. So what happens is like completely you will be feeling that again and again and again and again. And that's how it's very ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ സാർ, 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് തന്നിരുന്നോ? ഇതല്ലാതെ തന്നിരുന്നത്? ഇതിന്റെ ഇടയിൽ ഞാൻ വേറെ എന്തോ തന്നിരുന്നോ? വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നിരുന്നോ? കംപ്ലൈൻസിനെ പറ്റി പറഞ്ഞിരുന്നു. വാട്ട് ആർ ദ കംപ്ലൈൻറ്റ്സ് യു മേക്ക്? ഇസ് ദെയർ എനി കംപ്ലൈൻറ്റ്സ് യു മേക്ക്? ന്യായീകരണങ്ങൾ. ഓക്കെ, ടൈം മാനേജ് ചെയ്യാൻ പറ്റാറുണ്ടോ നിമി? ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് നിമി? ടൈം ഇല്ല, മുൻകൂട്ടി അങ്ങനെ പെട്ടെന്ന് മാനേജ് ചെയ്യില്ല. ഓഫിന്റെ അന്നത്തെ ദിവസം ലാവിഷായിരിക്കും, അല്ലാത്ത ദിവസം അങ്ങനെ വലിയ മാനേജ്മെന്റ് ഇല്ല. ലൈക്ക് നിങ്ങൾ 10 മിനിറ്റ് 15 മിനിറ്റ് ലേറ്റ് ആവാറില്ല എപ്പോഴും? എവിടെ? സ്റ്റഡിയോ? ജോലിക്കോ? ഇല്ല, അതിവിടെ പറ്റേയില്ല. നമ്മളത് നേരത്തെ തന്നെ പോകണം. നേരത്തെ തന്നെ പോകണം. ശരി. പിന്നെ നിങ്ങൾ എണീക്കാനോ മറ്റുള്ള കാര്യം പഠിക്കാനിരിക്കുമ്പോൾ ടൈം ഉണ്ടോ? പഠിക്കാനിരിക്കുമ്പോ നമ്മൾ വേറെ തിങ്കിങ്ങിലോട്ട് പോകും. പഠിക്കുന്ന കാര്യത്തിൽ നിന്ന് വിട്ട് വേറെ കാര്യങ്ങൾ അപ്പോൾ ആലോചിക്കും. അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ. ഓക്കെ, എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നാളത്തേക്കുള്ള അസൈൻമെന്റ് എഴുതിക്കോളൂ. എല്ലാവരും എഴുതിക്കോളൂ. ഏതെല്ലാം രീതിയിൽ ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്? എഴുതിക്കോ. ഏതെല്ലാം രീതിയിൽ ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു? എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ ജോലികൾ ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്? ഒന്ന്, ഏതെല്ലാം രീതിയിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴെല്ലാമാണ് ഞാൻ കൂടുതൽ, ഏത് ടാസ്ക് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്? ഓക്കെ, ഏതൊക്കെ സമയങ്ങളിലാണ് ഞാൻ ഏത് ടാസ്ക് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്? ഞാൻ എന്തിൽ നിന്നാണ് ഒളിച്ചോടുന്നത്? അടുത്ത ചോദ്യം. ഈ ഡിസ്ട്രാക്ഷൻ ആവുന്നതിനുള്ള കാരണം ഒരു ഒളിച്ചോട്ടമാണ്. ഞാൻ എന്തിൽ നിന്നാണ് ഒളിച്ചോടുന്നത്?
അതിൻ്റെ അതേ സെയിം ക്വസ്റ്റ്യൻ അതിന്റെ അണ്ടറിൽ തന്നെ വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടോ, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒളിച്ചോടുന്നത്? ഐ മീൻ ശ്രദ്ധ വേറെ എവിടേക്കോ ചിന്തിച്ച് ഇങ്ങനെ പോകുന്നത്. ഇത്ര ഒളിച്ചോട്ടമാണ്, നമ്മളിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നതാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഒളിച്ചോടുന്നത്? ഞാൻ ഭയക്കുന്നത് എന്തിനെയാണ്? ഞാൻ ഭയക്കുന്നത് എന്തിനെയാണ്? എനിക്ക് ഇഷ്ടമില്ലാത്തത് എന്താണ്? എനിക്ക് ഇഷ്ടമില്ലാത്തത് എന്താണ്? ഇതെല്ലാം ഒരു സെയിം ക്വസ്റ്റ്യനായിട്ട് കണക്റ്റഡ് ആണ്. ആ ഇഷ്ടമില്ലായ്മ കൊണ്ടാണ്, ആ ഭയമുള്ളത് കൊണ്ടാണ്. അടുത്ത ചോദ്യം അതിന് തന്നെ സെയിം ക്വസ്റ്റ്യൻ, സിമിലർ ക്വസ്റ്റ്യൻ. എനിക്ക് സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കാര്യം എന്താണ്? എനിക്ക് സ്ട്രെസ് തരുന്ന കാര്യങ്ങൾ എന്താണ്? എനിക്ക് സ്ട്രെസ് നൽകുന്ന കാര്യങ്ങൾ എന്താണ്? ഓക്കെ, എഴുതിയോ? എനിക്ക് സ്ട്രെസ് നൽകുന്ന കാര്യങ്ങൾ എന്താണ്? അടുത്തത് എന്താ? എനിക്ക് സ്ട്രെസ് നൽകുന്ന കാര്യങ്ങൾ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ എന്തിലേക്കാണ് ഒളിച്ചോടുന്നത്? ഞാൻ എന്തിലേക്കാണ് ഒളിച്ചോടുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്? ഞാൻ എന്തിലേക്കാണ് ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്? കേട്ടോ, എടുത്ത് എഴുതിക്കോ. ഞാൻ എന്താണ് തേടുന്നത്? ഞാൻ തേടുന്നത് എന്താണ്? വാട്ട് ഐ ആം ലുക്കിംഗ് ഫോർ. ഞാൻ എന്താണ് തേടുന്നത്? വാട്ട് ഐ ആം ലുക്കിംഗ് ഫോർ. ഓക്കെ, വാട്ട് ഐ ആം ലുക്കിംഗ് ഫോർ. വൈ ദാറ്റ് എക്സൈറ്റ്സ് മീ. അതെന്തുകൊണ്ട് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നു? ഓക്കെ, റെഡി? ഓക്കെ നിമ്മി, നിമ്മിയുടെ ഇതിലേക്ക് വരാം. നിമ്മി, ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോൾ എവിടേക്കാ പോകുന്നത്? എന്തിനെ കുറിച്ച് എന്തിലേക്കാ പോകുന്നത്? അത് അന്ന് ഉണ്ടായ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, ഡ്യൂട്ടിയിൽ ഉണ്ടായ കാര്യങ്ങളോ, അതല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ ഫോൺ കോൾസിലുള്ള കാര്യങ്ങളോ, അതല്ലെങ്കിൽ നമ്മള് അന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങളിലോട്ട് ബാക്ക് തിങ്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് ചിന്തിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ചിന്തിച്ച് പോയിട്ട് പിന്നെ കുറെ നേരം അതിലിരിക്കും. കുറച്ചു നേരം അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെയും പഠിക്കണമല്ലോ, അപ്പൊ പിന്നെയും പഠിക്കാൻ തുടങ്ങും. പിന്നെയും കറക്റ്റ് ചെയ്യുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആകാം. അത് ചിലപ്പോൾ കണ്ടിന്യൂ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം. കാരണം ഈ ക്ലാസ്സിൽ വരുന്നതിന് മുന്നേ ഞാൻ ഒരു 5 hours പെർ ഡേ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നതാ 3 months. പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരു ഇത് വന്നു, നിർത്തി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് സ്റ്റഡി. പിന്നെ ആ പഴയ സ്പിരിറ്റോട്ടിലോട്ട് പോയില്ല. പിന്നെ ഇപ്പൊ ഒരു 1 hour ഒക്കെ പഠിക്കുന്നുള്ളൂ. ഓക്കെ, ഇറ്റ്സ് എ വെരി ബിഗ് മിസ്റ്റേക്ക്. അപ്പൊ എന്തോ വലിയ പ്രശ്നമുണ്ട്. ഏപ്രിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു സ്റ്റഡീസ്. 3 months കോച്ചിങ് ഉണ്ടായിരുന്നു, മെന്റർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് കുറച്ച് ലാഗായി. പിന്നെ പഠിത്തം കുറെ ഇതായി പോയി. ഓക്കെ, വെരി ഗുഡ്. അപ്പം ലാഗ് ആയിട്ടുണ്ട്, പഠിത്തം കുറഞ്ഞിട്ടുണ്ട്, ചിന്തകളിലേക്ക് പോകുന്നുണ്ട്, എന്തിലേക്കാണ്? അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിന്റെ ഇതിനെ എക്സ്പ്ലനേഷൻ തരാം കേട്ടോ, എല്ലാവർക്കും തരാം. ഈ പുതിയ ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പുതിയ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. നിങ്ങളുടെ വേറെ 1-2 പേരും കൂടി എനിക്ക് വേണം. ആരാ ഉള്ളത്? ഹു ഇസ് റെഡി ടു കോച്ച്? ഇപ്പൊ നിമ്മിക്ക് ചെറിയൊരു കോച്ചിങ് കിട്ടി. ആർ യു ഹാപ്പി? യു ഗോട്ട് എ ക്ലാരിറ്റി? കുറച്ചുകൂടെ ബെറ്റർ ക്ലാരിറ്റി കിട്ടിയോ? ഓക്കെ, കിട്ടിയോ നിമ്മി? ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത്. ഓക്കെ, സോ ഒന്ന് എഴുതൂ കേട്ടോ നിമ്മി, അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട്. ആരുള്ളത്? ഇനി ആർക്കാ വേണ്ടത്? ഹു വാണ്ട്സ് കോച്ചിങ്, പേഴ്സണൽ 1-to-1 കോച്ചിങ്? നിങ്ങൾ ഇന്നലെ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നിമ്മി ഇപ്പൊ മനസ്സിലായ ക്ലാരിറ്റി എന്താണ്? അത് പറ. നിമ്മി കിട്ടിയിട്ടുള്ള ക്ലാരിറ്റി എന്താണ് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ? നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്നുണ്ട് എന്നുള്ളതൊക്കെ. അതിലേക്ക് പോലെ അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് പഠിച്ച മനസ്സിലാര്യം എന്താ?
സമയം തികയുന്നില്ല എന്ന് പറഞ്ഞതിലോ? ആ പോയിന്റ്, അതെ, ആ പോയിന്റ് ആ ആണ് സമയം തികയുന്നതല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് ആ അതെ അതെ, ഇനി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകാനേ ഉള്ളൂ എന്ന് മാത്രമേ എന്ന് പറയാൻ പാടുള്ളൂ. പറയാൻ പാടുള്ളൂ, അന്നേ ചിന്തിക്കാൻ പാടുള്ളൂ. സോ ഉം, ദാറ്റ്സ് കോൾഡ് 1% ഇംപ്രൂവ്മെന്റ്. ചെറിയൊരു ഷിഫ്റ്റ് ആണ്, പക്ഷെ ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് യു എ ലോട്ട്. ഉം, കാരണം സമയം ഇനി ഇല്ലല്ലോ. ഇത് നിങ്ങളുടെ മൂഡിനെ കംപ്ലീറ്റ്ലി ബാധിക്കും. ഉം, എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന, നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു നെഗറ്റീവ് സാധനം നമ്മൾക്ക് നമ്മളോട് ഇമേജിൽ ഫീൽ ചെയ്യുന്ന സെൽഫ് ഇമേജ് എന്ന് പറയും. ആ സെൽഫ് ഇമേജ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമുക്ക് നമ്മളെ കുറിച്ച് ഇമേജ് ഫീൽ ചെയ്യുന്നത്, ദാറ്റ് വിൽ റെസൊനേറ്റ്. അത് ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് എനർജിയെ, നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നോ, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നോ, നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ, നമ്മൾ എന്താണോ സംസാരിക്കുന്നത്, ഇത് നമ്മുടെ ശരീരത്തിന്റെ എനർജിയെ ബാധിക്കും, നമ്മളുടെ ഊർജത്തെ ബാധിക്കും, ഉന്മേഷത്തെ ബാധിക്കും, ആവേശത്തെ ബാധിക്കും, വാശിയെ ബാധിക്കും, ഉണർവിനെ ബാധിക്കും. ഉണർവില്ലെങ്കിൽ പിന്നെന്താ? എനർജി ഇല്ല. ഞാൻ 5 മണിക്കൂറൊക്കെ പഠിച്ചിരുന്ന ആളാണ്. ഇപ്പൊ ഞാൻ 1 മണിക്കൂറെ പഠിക്കുന്നു. Am I right? അതിന് പകരം എന്താ വേണ്ടത്? ഞാൻ 5 മണിക്കൂർ പഠിച്ചിരുന്ന ആളാണ്, ഇനിയും എനിക്ക് പഠിക്കാൻ പറ്റും. എനർജി തിരിച്ചു കിട്ടി. ഞാൻ അടിപൊളിയാണ്. ഞാൻ വിചാരിച്ചു ഇനി ഏത് ലെവലിലും ഞാൻ ഇരിക്കാൻ പറ്റും, എനിക്ക് പഠിക്കാൻ പറ്റും, ഞാൻ പ്ലാൻ ചെയ്യും, വർക്ക്ഔട്ട് ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. I'm gonna do it. You do this like, exercise like കൈ അടിച്ച്, ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന സാധനമാണ്. എനിക്ക് കൈ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്ട്രോങ് ആയി കൈ പിടിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഞാൻ ആ എനർജിയിലേക്ക് പോകും. അതല്ലെങ്കിൽ ഞാൻ പറയും, ഒരു 30 പ്രാവശ്യം എന്നോട് അങ്ങ് പറയും. 30 പ്രാവശ്യം. റൂൾ ഓഫ് 30 എന്ന് പറയുന്ന സാധനം. ഇതൊക്കെ ഞാനായിട്ട് കണ്ടെത്തിയ സാധനങ്ങളാണ്. നിങ്ങൾക്ക് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് വർക്കൗട്ട് ആവുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ ഫീൽ ചെയ്യാറുണ്ട്, അത് കണ്ടെത്തുക. അടുത്ത എഴുതിക്കോ. മെമ്മറി സ്ലിപ്പായി പോണതോ? മെമ്മറി സ്ലിപ്പായി പോണത്, നമ്മള് ഡിസ്ട്രാക്ട് ആയി പോകുന്നതോ? അതെ, നമ്മള് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മള് തോട്ട്സ് വേറെ എവിടേക്കെങ്കിലും പോവുക, നമ്മൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല എവിടെയാണ്. അതെ, അത് പറഞ്ഞുതരാം. അതിലേക്ക് വരാം. അത് നാച്ചുറൽ ആയിട്ട് ബോഡി അങ്ങനെ ആയി പോകുന്നതാണ്. ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് വരുന്നതിന് മുൻപ് അത് നോട്ട് ചെയ്ത് വെക്കട്ടോ സജീറ. അത് എന്നോട് ചോദിക്കണം. നോട്ട് ചെയ്ത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേ. നോട്ട് ചെയ്ത് വെക്കും. 1 മിനിറ്റ്. ഇപ്പൊ ഇടയിൽ ചോദിക്കില്ല ജസ്റ്റില്ല. ഓക്കെ, 1 മിനിറ്റ്. അപ്പൊ പറഞ്ഞു വന്ന പോയിന്റ് എന്താണ്? തൊട്ടുമ്പോ അടുത്ത് എഴുതേണ്ട ഒരു ക്വസ്റ്റൻ ഉണ്ട്. ആ ക്വസ്റ്റൻ ഇതാണ്: when I am how I am reacting when I am so excited. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് what is my body language? How my body reacts? എഴുതിക്കോ. എൻ്റെ ശരീരം, ഞാൻ ഏറ്റവും ഉന്മേഷത്തിലും ആവേശത്തിലും സന്തോഷത്തിലും ഒക്കെ നിൽക്കുമ്പോൾ, ഞാൻ ഏറ്റവും കൂടുതൽ ആവേശത്തിലും ഉന്മേഷത്തിലും സന്തോഷത്തിലും നിലകൊള്ളുമ്പോൾ എൻ്റെ ഭാഷ എങ്ങനെയാണ്? ഞാൻ എങ്ങനെ നടക്കുന്നു? ഞാൻ എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ കൈകളുടെ ചലന രീതി എങ്ങനെയാണ്? എൻ്റെ കൈകാലുകളുടെ ചലന രീതി എങ്ങനെയാണ്? എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ, മുഖത്തെ ഭാവം എങ്ങനെയാണ്? എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? ഓരോന്ന് എഴുതിക്കട്ടോ. എഴുതിയോ? ഞാൻ എങ്ങനെ നടക്കുന്നു, മൂവ് ചെയ്യുന്നു, ഞാൻ എങ്ങനെ ചലിക്കുന്നു, മൂവ് ചെയ്യുന്നു. നടക്കുമ്പോഴുള്ള എൻ്റെ ശരീരഭാഷ എങ്ങനെയാണ്? ഇരിക്കുമ്പോഴുള്ള എൻ്റെ ശരീരഭാഷ എങ്ങനെയാണ്? എൻ്റെ മുഖത്തെ ഭാവം എങ്ങനെയാണ്? എൻ്റെ കൈകാലുകൾ എങ്ങനെയാണ്? കൈകാലുകളുടെ ശരീരഭാഷ എങ്ങനെയാണ്? എഴുതിയോ? അതെങ്ങനെയാണ് ചലിക്കുന്ന രീതി? അതിൻ്റെ സ്പീഡ്, വേഗത എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ചലനങ്ങളുടെയും വേഗത എന്താണ്? ഇതിൽ ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്താണ്? 1 മിനിറ്റ്. ഇത് എഴുതിയവർ ജസ്റ്റ് വായിക്കാം. ഓക്കെ, ഇത്രയും എഴുതിയല്ലോ. എഴുതിയോ? ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നാളെ എനിക്ക് എക്സസൈസ് ആയിട്ട് എഴുതി തരണം. റെഡിയാണോ? ആർ റെഡി?
ഇത് നിങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതേ ബോഡി ലാംഗ്വേജ്, ഇതാണ് നിങ്ങൾ ഏറ്റവും ഉഷാറായി നിൽക്കുന്ന സംഭവം. ഇത് നിങ്ങൾ, ഇതിന്റെ പ്രത്യേകത ഒരു പരസ്പര പൂരകം എന്ന് പറയുന്ന പോലെ, നിങ്ങൾ ഇത് മനഃപൂർവ്വം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നുമില്ല, ഒരു ആവേശമില്ല, ഒന്നുമില്ല, ഇത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൈയടിക്കുകയോ ഉടനെ ബ്രെയിൻ ഒരു കമാൻഡ് നൽകും. എന്താണ് ഇത്? ബ്രെയിനിനെ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ബ്രെയിനെയും നമ്മുടെ ശരീരത്തെയും ഹാക്ക് ചെയ്യാൻ പറ്റുന്ന, മനസ്സിനെയും ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. നമ്മൾ എന്താണോ ഫീൽ ചെയ്തിട്ട് നമുക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, ആ സംഗതി ഇപ്പോൾ ചെയ്താൽ സന്തോഷം വരും. സന്തോഷം, എനർജി വരും. 30 ടൈംസ് റൂൾസിലേക്ക് ഞാൻ വരാം. 30 ടൈംസ് റൂൾസിലേക്ക് ഞാൻ വരാം. അതും ഇതേപോലൊരു സാധനമാണ്. ഇതിലേക്ക് വരാം. നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, ആ ഫീൽ ചെയ്യുന്ന സംഗതി നിങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, സന്തോഷം ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യാറുള്ളത്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. ചിലർ പറയും യെസ്, നിങ്ങൾ എന്താ പറയുക? നിങ്ങൾ എങ്ങനെയാ പ്രതികരിക്കുക? നിങ്ങളുടെ സന്തോഷം ഒന്ന് പ്രകടിപ്പിച്ച എല്ലാവരും വീഡിയോയിൽ വരും. ബി ഹിയർ ഇൻ വീഡിയോ. ഷോമി, നിങ്ങൾ ഭയങ്കരമായ സന്തോഷ വാർത്ത, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടി, വല്ലാത്ത ഹാപ്പിനെസിന്റെ ഫീലിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എണീറ്റ് നിന്നിട്ട് നിങ്ങൾ അത് ആ സന്തോഷം അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന സാധനമാണ്. നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഒരു ബിഗസ്റ്റ് സെയിൽ കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിൽ പാസ്സായി, എങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്തത്? ഓക്കെ, ഹൗ ഡു യു ഫീൽ ദാറ്റ്? നല്ല ജോലി കിട്ടിയപ്പോഴുള്ള ഫീൽ. ജോലി കിട്ടിയപ്പോഴുള്ള ഫീൽ അതെങ്ങനെയായിരിക്കും? നല്ല ജോലി കിട്ടിയ ബിസിനസ്സിൽ ലൈക്ക് ഒരു 10 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ 50 ലക്ഷത്തിന്റെ 50,000 എന്താ വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു ഡീല് നിങ്ങൾക്ക് കിട്ടി, ഗവൺമെന്റ് ജോലി കിട്ടി, വട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ആ പ്രൊമോഷൻ കിട്ടി, നിങ്ങൾ ആ കാർ, ഭയങ്കര സന്തോഷമായിരിക്കും. സന്തോഷിക്കുന്ന സമയത്ത് നിങ്ങൾ ഹൗ ഡു യു ഫീൽ? ജോലി കിട്ടിയത് ഞാൻ പറഞ്ഞുതരാണെങ്കിൽ, എനിക്ക് ഫ്ലൈ ദുബായിൽ ജോലി കിട്ടിയപ്പോ ഞാൻ ആക്ച്വലി കോള് വന്ന സമയത്ത് സോഫയിൽ ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുക ദുബായില്. അപ്പോ അത് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് പൊസിഷനും പിന്നെ HR എന്നുള്ള സാലറി ഞാൻ ഇരുന്ന സോഫയത് ആരും ഉണ്ടായിരുന്നില്ല. 2 കൈ അങ്ങോട്ട് പൊക്കിയിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് എന്ന് പറഞ്ഞിട്ട്. സോ റെഡി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റെഡി 1 2 ഗോ എന്ന് ഞാൻ പറയും. ആ സമയത്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഒന്ന് കണ്ണടച്ച്, എല്ലാവരും കണ്ണടച്ചിട്ട് എന്താ വെച്ചാൽ സജീറ ബി ഹിയർ, എല്ലാവരും കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് എന്താ വെച്ചാൽ കണ്ണടച്ചിട്ട് ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഓക്കെ, നിങ്ങളൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക്, ഞാൻ എണീറ്റ് ചാടി ഡെസ്കിൽ അടിച്ചു എന്ന് പറയാം. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എന്താണോ ആ ഒരു ആഗ്രഹിക്കുന്ന സംഗതി, അത് മനസ്സിൽ നടന്നതായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം, അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. ശരിക്ക് കാണുക. നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അത് ശരിക്ക് കാണുക. ഓക്കെ, നിങ്ങൾക്ക് വലിയൊരു അച്ചീവ്മെന്റ് പോലെ ഫീൽ ചെയ്യുന്ന സാധനം, അച്ചീവ്മെന്റ് പോലെ വലിയൊരു നേട്ടം നേടിയതായിട്ട് അങ്ങനത്തെ ഒരു സംഗതി കൊണ്ടുവരിക. ഓക്കെ, നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, പ്ലസ് നിങ്ങൾക്ക് വലിയൊരു ഒരു വരുമാനം ഉണ്ടായി, നിങ്ങൾ സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടു, വട്ട് എവർ ഇറ്റ് ഈസ്, അത് നിങ്ങൾക്ക് നേടിയ ഒരു ഇമേജ് സ്പെസിഫിക് ആയിട്ട് കാണണേ. സ്പെസിഫിക് ആയിട്ട് ഒരെണ്ണം മാത്രം കാണുക. ഫീൽ ദാറ്റ്, ആ ഒരു സക്സസ്, ആ ഒരു നേട്ടം, ആ ഒരു അച്ചീവ്മെന്റ്, അത് ഫീൽ ഇറ്റ് ഇൻ യുവർ ഈച്ച് ആൻഡ് എവറി സെൽ. ഓരോ ശരീരത്തിലും, ഓരോ കോശങ്ങളിലും, ഓരോ അസ്ഥികളിലൂടെയും, ഓരോ ഭാഗത്തൂടെയും, ഓരോ ഓർഗൻസിലും അതിന്റെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുക. ഫീൽ ദാറ്റ് ഹാപ്പിനെസ്. Bring it in your body, and ഒരു വേർഡിലൂടെ, ഒരു വാക്കിലൂടെ നിങ്ങൾ അത് നിങ്ങളുടെ ശരീരം പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അത് പറയാൻ പോവാണ്. റെഡി, ഗോ. എക്സ്പ്രസ് ഇറ്റ്. എന്താണോ പറയാൻ പോകുന്നത്, ആ ഫീൽ ചെയ്യാൻ പോകുന്നത്, ആ ഒരു ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുക. ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. കൈ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡി. ഒന്നും കൂടെ പറയാം. 1 more round. റെഡി. 1 2 go. Do it. Yes. ദൈവത്തിന്റെ സ്തുതി. അൽഹംദുലില്ലാഹ്, എന്റെ കാര്യം പൂർത്തീകരിച്ചിരിക്കുന്നു. Very good, fantastic. Thank you. So you felt it, right? നിങ്ങൾ ഫീൽ ചെയ്തല്ലോ. ഇപ്പോ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ആയോ?
നിങ്ങൾക്ക് ഫീലിംഗ് ചേഞ്ച് ആയോ? എനർജി ചേഞ്ച് ആയോ? ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ചേഞ്ച് ആയതല്ല. നിങ്ങൾ ആ ബോഡി ലാംഗ്വേജ് ഇനി 1 മിനിറ്റ് ഇനി എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. സെയിം ബോഡി ലാംഗ്വേജ് ഒരു 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് റിപ്പീറ്റ്. സെയിം സംഗതി റിപ്പീറ്റ് ചെയ്യും. ജസ്റ്റ് ഫീൽ ഇറ്റ്, ജസ്റ്റ് ഫീൽ ഇറ്റ്. നിമി കൈ ഉയർത്തിയിട്ടാണ് ചെയ്തത്. ജോസഫ് സാർ എന്താണോ ചെയ്തത് അങ്ങനെ ചെയ്യാം. ജസ്റ്റ് ഫീൽ ഇറ്റ് ആൻഡ് റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ്. ഓക്കെ, ഞാൻ റെഡി 1 2 ഗോ പറയുന്ന സമയത്ത് റെഡി 1 2 ഗോ പറയുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ready 1 2 go, repeat that same feeling. One more again, yes, again. Okay, ഇനി നിങ്ങളുടെ ഒരു ഫീലിംഗ്. What is your energy? Tell me, unmute ചെയ്തിട്ട് പറ. What is your energy? Yeah, we can feel the difference. മൈൻഡിൽ ആ I feel the ഡിഫറൻസ് energy ഫീൽ difference. ചെയ്യുന്നുണ്ട്. ഒരു ഡിഫറെന്റ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയാണ്. Different energy feel ചെയ്യുന്നുണ്ട്, right? Like, your body, like, literally triggered. This is called, you're shifting your state of mind. നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഷിഫ്റ്റ് ആയി. നിങ്ങൾ ആകെ എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ വല്ല അച്ചീവ്മെന്റ് നടത്തിയോ? ഒരു അച്ചീവ്മെന്റ് നടത്തിയില്ല. പക്ഷെ അച്ചീവ്മെന്റ് നടന്നതിന് തുല്യമായിട്ടുള്ള ആ സമയത്തുള്ള ഒരു എനർജി പോലെ നിങ്ങളുടെ ബോഡി എനർജി ചേഞ്ച് ആയി. യെസ്, ചിലർക്ക് ഇത് കണ്ടു നിന്നിട്ട് തന്നെ എനർജി ചേഞ്ച് ആയി. എന്തോന്നറിയില്ല, അറിയാതൊരു ആവേശം കയറി. ഓക്കെ, ചിലരുണ്ട് എന്തുട്ട് ഇവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാപ്പിനെസ് തിരിച്ചു പിടിക്കാൻ. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്, അല്ലേ, നമ്മുടെ മാനസിക അപ്പൊ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. തിരിച്ചു പിടിക്കണം നമ്മൾ എന്താ ചെയ്യേണ്ടതുള്ളൂ? ജസ്റ്റ് ഫോക്കസ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായി, എന്റെ 30% എനർജി തിരിച്ചു പിടി. അതിലേക്ക് ഞാൻ ചെയ്യാൻ പോണ കാര്യം എന്താണോ ഞാൻ ചെയ്യാൻ പോണം. അടുത്ത സാധനമാണ്. നോക്ക്, എന്റെ ബോഡി ലാംഗ്വേജ് നോക്ക്. ദിസ് ഈസ് മീ. ഇതാണ് ഞാൻ. എനിക്ക് നിങ്ങളുടെ എങ്ങനെ എനിക്കറിയില്ല. ഞാൻ ചെയ്യാൻ പോണം. ഈ ഇടി ചെല്ലുന്തോറും ഇവിടെ ഇവിടെ ഞാൻ ഇടിക്കുക, അല്ലെങ്കിൽ കൈ അടിക്കുക, അതല്ലെങ്കിൽ ഇങ്ങനെ ആക്കുക, നിങ്ങൾ സംഗതികൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചുള്ള ആൾക്കാർ 2 കൽപ്പിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. ഈ സാധനം കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടൂല. ഇതെന്താ സംഭവിക്കണം വെച്ചാൽ, ഇത് ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അവന്റെ ബ്രെയിനിൽ ഫയർ ചെയ്യും. എന്തിനോ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഹി ഈസ് ഗെറ്റിംഗ് റെഡി. ഉടൻ എന്ത് ചെയ്യും? സകല ഹോർമോൺസ് ഫയർ ചെയ്യും. എന്താണ്? ഈ ഒരു കൈ കയറ്റി വെക്കുന്നതിലൂടെ അവന്റെ ശരീരത്തിൽ ഫയർ ചെയ്യേണ്ട ഹോർമോൺസ്, പോസിറ്റീവായിട്ടുള്ള പവർ നൽകുന്ന, അഡ്രിനാലിൻ റഷ് നൽകുന്ന, ആ ചാലഞ്ചിനെ ഏറ്റെടുക്കാൻ വേണ്ടി റെഡിയാവുന്ന കംപ്ലീറ്റ് ഹോർമോൺസ് റെഡിയാവും. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? മലയാളി മുണ്ട് മടക്കി കുത്തിയാൽ, അവൻ കുത്തേണ്ട രീതിയിൽ കുത്തിയാൽ അവൻ ഓട്ടോമാറ്റിക്കലി അവൻ എന്ത് ഫീൽ ചെയ്യും? സാധനം ട്രിഗർ ചെയ്യും. ഈസ് ഗോയിങ് ടു ഡു സംതിങ്, ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നൊരു സാധനമുണ്ട്. ഈ സാധനം ഫയർ ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി ഇത് നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട സാധനങ്ങൾ. മനസ്സിലാകുന്നുണ്ട്? ഉടനെ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ ഹാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടേത് എന്താണ് നിങ്ങൾക്കറിയുള്ളൂ. നിങ്ങളിപ്പോൾ ചെയ്തത് ചിലപ്പം നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയില്ല നിങ്ങൾ തന്നെയാണോ. നിങ്ങൾ നാച്ചുറലി എന്താ ചെയ്യാറുള്ളത് കണ്ടെത്തുക. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കണ്ടെത്തുക. കേട്ടോ, എൻ്റെ അടുത്ത സാധനമാണ് എൻ്റെ കൈകളാണ് എൻ്റെ മെയിൻ. ഞാൻ ഇങ്ങനെ കൈകൾ സ്റ്റീല് ഇതാക്കുക, അതേപോലെ ഇങ്ങനെ അടിക്കുക, എനിക്ക് ഇങ്ങനെ അടിക്കുക, ഇങ്ങനെയാക്കുക, അതേപോലെ ടേബിളിൽ അടിക്കുക. ഈ സംഗതികൾ പലർക്കും പലതായിരിക്കും. അവിടെ ചിലരങ്ങ് എണീറ്റ് വെക്കും. എണീറ്റ് 2 കൽപ്പിച്ച് അങ്ങ് വരും. ഇനി ഞാൻ പഠിക്കാൻ പോകും. യു ഡു ദാറ്റ്, മൂവ് യുവർ ബോഡി. ഇങ്ങനെ പറയാം. ഇമോഷൻ എന്ന് പറയുന്നത് എഴുതി വെച്ചു. ഇമോഷൻ, വാട്ട് ഈസ് ഇമോഷൻ? എനർജറ്റിക് മോഷൻ ആണ് ഇമോഷൻ. എനർജറ്റിക് മോഷൻ, നിങ്ങളുടെ ഇമോഷനെ ട്രിഗർ ചെയ്യും. നിങ്ങളുടെ ശരീരത്തിന്റെ ചലനം നിങ്ങളുടെ ശരീരത്തിന്റെ മൂഡിന്, ഇമോഷന്, വികാരത്തെ ചേഞ്ച് ചെയ്യും. ചലനം നിങ്ങളുടെ ശരീരത്തിന്റെ വൈകാരികാവസ്ഥയെ ചേഞ്ച് ചെയ്യും. ഇമോഷനെ ചേഞ്ച് ചെയ്യും. ഈ ഇമോഷനാണ് എനർജറ്റിക് മോഷനാണ്.
ഇമോഷൻ എന്ന് പറയുന്നത്. എനർജറ്റിക് ആയിട്ട് ചലിക്കുക, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇമോഷൻ പുറത്തു വരും. നിങ്ങളുടെ എനർജി ഇൻ മോഷൻ ആണ് ഇമോഷൻ. എനർജി ഇൻ മോഷൻ. നിങ്ങളുടെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ചലിക്കുന്നില്ല, ഒരു എനർജി ഇല്ല. ആ എനർജി വളരെ ലോ എനർജിയിലാണ് ഈ മോഷൻ. നിങ്ങൾ ഫീൽ ചെയ്ത് നോക്കി, നിങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നു? ഉടനെ ബോഡിയിലേക്ക് സാധനം ഫയർ ചെയ്യും, കമാൻഡ് കൊടുക്കും, നെർവസ് സിസ്റ്റം കമാൻഡ് കൊടുക്കും. ആള് ടയേർഡാ, ആള് ഇങ്ങനെ 3-4 പ്രാവശ്യം പറഞ്ഞു നോക്കിയേ, നിങ്ങൾക്ക് ഒരു മൂഡും ഉണ്ടാവില്ല. ഇത് 4 ദിവസമായി സാർ ഞാൻ വിളിക്കാൻ. 4 ദിവസമായി. ഞാൻ ആരാണ് അനുഭവിക്കുന്നത്? സുചിറയോ? മുഹ്സിന. മുഹസിൻ എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ ചെയ്യണ്ടേ? 4 ദിവസമായി സർ ഞാൻ അനുഭവിക്കുന്നു. ഡയലോഗും കൂടി ഉണ്ട്, ആയതോടു കൂടി കഴിഞ്ഞ്. മനസ്സിലാവുണ്ടോ? 4 ദിവസമായി സർ ഞാൻ അനുഭവിക്കുന്നു. ഞാൻ നിങ്ങളെ കളിയാക്കല്ല. നമ്മൾ എന്തിനാ നമ്മളോട് ചെയ്യണം? ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ ചേഞ്ച് ചെയ്യാം ഇൻസ്റ്റന്റ്ലി, ഇത്രേ ഉള്ളൂ. ഇടിക്കുക, ഇറ്റ് ഡസന്റ് മാറ്റർ. ഒന്നും എനിക്ക് വിഷയമല്ല. പറയാ, ഒന്നും എനിക്ക് വിഷയമല്ല. 4 ദിവസമോ 10 ദിവസമോ 5 കൊല്ലോ അത്ര എനിക്കറിയില്ല. ഐ ഡോണ്ട് കെയർ. ഇപ്പോ ഈ നിമിഷം ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകും. ഈ നിമിഷം ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകും. I want to change myself. I'm going to change myself and I am changing. I have changed right now. I'm ready to go. Hello, sir. മനസ്സിലാവണ്ട? I'm ready to go. Hello, Okay? sir. 1 minute. ഞാൻ പറയട്ടെ, ഞാൻ ഫിനിഷ് ചെയ്യട്ടെ. സോ ഐ എം റെഡി ടു ഗോ എന്നുള്ള രീതിയിൽ ഫയർ ചെയ്യണം. മുഹസിന എന്ത് ചെയ്യണം? മുഹസിന എന്താണ് മുഹസിനെ ചിന്തിക്കുന്നത്? എന്താ ഫീൽ ചെയ്യുന്നത്? പറ. 4 ദിവസമായിട്ട് ഞാൻ സാറോട് പറഞ്ഞു കമന്റില്, ഞാന് ജോലി ചെയ്യുന്ന അവിടുന്ന് ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു. ആ ഒരു സോ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ടയർഡായി. നമുക്ക് ഇങ്ങനെ ഇരിക്കാം അല്ലെ, ടയർഡായിട്ട് ഇങ്ങനെ ഇരിക്കാം. എന്റെ ജോലി പോയി, ഞാൻ എന്ത് ചെയ്യും? എന്തൊക്കെ ചിന്തിക്കണേ? അവിടുന്ന് വേറൊരു സ്റ്റാഫിനെ ഒഴിവാക്കേണ്ട ആവശ്യം വന്നു. അപ്പൊ ഓരോ ഒഴിവാക്കിയപ്പോ എന്റെ ജോലി നഷ്ടപ്പെട്ടു. അവിടുന്ന് പോകുന്ന ടെൻഷൻ അപാരം. അപ്പൊ ആ ടെൻഷനാണ്. അപ്പൊ നമുക്ക് അങ്ങനെ സംഭവിച്ചു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ഹാവ് എ ചോയ്സ്. നിങ്ങൾക്ക് ആ ടെൻഷനിൽ എന്ത് ചെയ്യാൻ? വീട് വെച്ച് താമസിച്ച് കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നുറങ്ങി ആ ടെൻഷനിൽ എന്ത് ചെയ്യാം? എല്ലാം അവിടെ തന്നെ ഒരു ഗ്രാമം വരെ ഉണ്ടാക്കാം. വേണോ? മക്കളായി. അതെല്ലാം അവിടുന്ന് എന്ത് ചെയ്യും? പുറത്ത് കിടന്നിട്ട് നല്ല സുന്ദരമായ വേറൊരു ഗ്രാമം ഉണ്ടാക്കുക, വേറൊരു സ്ഥലത്തേക്ക്. ഇത് ദുഃഖത്തിന്റെ ദ്വീപാണ്, ദുഃഖത്തിന്റെ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ പോയി താമസിക്കുക, അവിടെ വീട് വെച്ച് താമസിക്കുക. ഡ്വെല്ലിംഗ് എന്ന് പറയും. ഡ്വെല്ലിംഗ് എന്ന് പറയുന്നത് എന്താ? താമസം. അത് കാര്യത്തിൽ തന്നെ അവിടെ തന്നെ നിൽക്കുക. അത് നിങ്ങൾ നിൽക്കാൻ ആഗ്രഹിക്കുന്ന സംഗതിയാണോ? അത് എനർജി നിങ്ങൾക്ക് അത്തരത്തിലുള്ള സംഗതികൾ കൂടുതൽ തരും. നിങ്ങൾ കൂടുതൽ ഇടപെടണം. അതിന് പകരം എന്ത് ചെയ്യാൻ? പോയി, പാസ്റ്റ് ഈസ് പാസ്റ്റ്, മറക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ മറത്തേ പറ്റൂ, പുറത്തു കൊടുത്തേ പറ്റൂ. യു ഫോർഗീവ് യുവർ സെൽഫ്, യു ഫോർഗീവ് ഫോർ ദ ഇൻസിഡന്റ്, യു ലെറ്റ് ഗോ. Whatever happened is happened. ഇനി എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, ഇനി എനിക്ക് സമയമില്ല. ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി മുഹസിന, എനിക്കറിയാം ഇത് ഈസി അല്ല. ഞാൻ ഈ പറയുന്ന അത്ര ഈസി അല്ല, പറയാൻ എളുപ്പമാണ്. പക്ഷെ ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി ആൻഡ് ദാറ്റ്സ് ഓക്കെ. മുഹസിന പറയേണ്ടത് ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സാരമില്ല, പറ മുഹസിന. അത് വീഡിയോയിൽ വരാൻ പറ്റുമോ മുഹസിന? വീഡിയോയിൽ വരാൻ പറ്റുമോ? പറ്റൂല സാർ. പറ്റണം. പറയാ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. ആർക്കൊക്കെ ഇതേപോലെ പെയിൻ ഉണ്ടെങ്കിൽ അവരൊക്കെ പറയാം ഇറ്റ്സ് ഓക്കെ, സാരമില്ല, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഐ ഫോർഗീവ് മൈസെൽഫ്, ഐ ഫോർഗീവ് അതേഴ്സ്. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നു. ആർക്കാണോ മാപ്പ് കൊടുക്കേണ്ടത്? ആ ജോലിക്കാർക്ക്, ആ ഉടമസ്ഥന് അല്ലെ, അവര് നിങ്ങൾ ചെയ്തില്ലേ, വിട്ടുകൊടുക്കണം. ഞാൻ അവരോട് പറയാം ഐ ഫോർഗീവ് ദം. ഫോർഗീവ് ചെയ്യാനുള്ള മനസ്സ് എനിക്കുണ്ട്. സമാധാനിപ്പിക്കാറ്,
ആദ്യം ഒന്ന് സമാധാനത്തിനിടയ്ക്കിന് ശേഷം ഒന്നും ഉണർത്തി സോഫയിൽ കിടക്കണം. എടുത്തും വിട്ട് അതിൽ നിന്ന് പിടിച്ചിരുത്താം. ഇല്ല സാറെ, ക്ലാസ് നീച്ചിരുന്ന് എഴുതണൊക്കെ ഉണ്ട്, അതിനൊക്കെ ഇങ്ങോട്ട് ഇത് വരികയാണ്. പക്ഷെ കിടത്തം തന്നെ ഫുൾ ടൈം കിടത്തം, ഭക്ഷണം കഴിക്കില്ല, ഓവർ ടെൻഷൻ. സാറെ ക്ലാസ് 1 മിനിറ്റ്, ഈ കഥ ഇനി പറയാൻ പാടില്ല. ഓക്കെ, ഓവർ ടെൻഷൻ, കിടത്തം തന്നെ കിടത്തം, വിഷമം തന്നെ വിഷമം. ഇത് നിങ്ങൾ കൂടുതൽ ഫീൽ ചെയ്യാണ് ഇത് പറയുമ്പോൾ. നിങ്ങൾ കിടക്കുകയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ സംഭവിച്ചു ഇറ്റ്സ് ഓക്കെ പറ. അത് മാത്രം പറഞ്ഞു. സംഭവിച്ചു ഇറ്റ്സ് ഓക്കെ പറ. സംഭവിച്ചത് ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ, ഐ ലെറ്റ് ദം ഗോ. ഞാൻ അതെല്ലാം വിട്ട് കളയുന്നു. ഞാനതെല്ലാം വിട്ടു. എനിക്ക് അതിൽ വിഷമം ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. അതിൽ വിഷമമുണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ ബഹുമാനിക്കുന്നു. ഞാൻ എന്നെ ബഹുമാനിക്കുന്നു. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് മൈസെൽഫ്. എല്ലാവരും പറഞ്ഞ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. മോസിനെ പറയൂ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. It's okay. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. It's okay. Whatever happened, it's okay. It's okay. It's okay. It's not easy, I know. It's easy, I know. But that's okay. It's okay. ഞാൻ കിടക്കും. ഞാനിത് മറികടക്കും. ഞാനിത് മറികടക്കും. എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. And that's okay. And it's okay. പക്ഷെ ഞാൻ മറികടക്കും. പക്ഷെ ഞാൻ മറികടക്കും. അങ്ങനെ ഞാൻ മറികടന്ന് ഞാൻ രക്ഷപ്പെടും. അങ്ങനെ ഞാൻ മറികടന്ന് രക്ഷപ്പെടും. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ രക്ഷിതാവ് എന്റെ വിഷമങ്ങൾ കാണുന്നുണ്ട്. എന്റെ രക്ഷിതാവ് എന്റെ പ്രശ്നനാഥൻ എന്റെ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട്. ഞാൻ സേഫ് ആണ്. ഐ ആം സേഫ്. I am safe. I am safe. I love myself. I am myself. I accept myself. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ഞാൻ എന്നെ അംഗീകരിക്കുന്നു. എന്റെ ഈ സിറ്റുവേഷൻ സംഭവിച്ചു, അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്റെ സിറ്റുവേഷൻ സംഭവിച്ചു, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. I am beautiful. I am beautiful. I am good looking. I am good. I am smart. I am smart. I am amazing. I am amazing. I can do anything. And I can be anything. I can achieve anything. I can achieve anything. And I am going to change myself. Change myself. I am going to change myself. I am going to change myself. I am strong. 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 Strong I am ആയിട്ട് ഫീൽ ചെയ്ത് പറയാം. I'm strong. I am I can strong. do anything. I am strong. I can be anything. I can be here. I can achieve anything. I am achieving it. I can achieve anything. I can achieve it. I can do anything. I can do it. I am amazing. I am amazing. I am amazing. I am powerful. I am powerful. I am powerful. I am I'm going to do it. good to do it. ഞാൻ എൻ്റെ ഒരു ജോബ് അത് ഞാൻ കണ്ടെത്തും. ഞാൻ എൻ്റെ ഒരു ജോബ് അത് ഞാൻ കണ്ടെത്തും. എനിക്ക് വേണ്ട ജോബ് എനിക്ക് വേണ്ട ജോബ് അതെനിക്ക് ലഭിക്കും. ഇതിലേറെ മികച്ച ജോബ് ഞാൻ കണ്ടെത്തും. ഇതിലേറെ മികച്ച ജോബ് ഞാൻ കണ്ടെത്തും. എനിക്ക് പറ്റും. എനിക്ക് പറ്റും. എനിക്കത് സാധിക്കും. I can do that. I can do that. എനിക്കത് I can do that. 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 I can. I can. I can. I can feel it. Feel it. Feel it in your body and tell me strongly. വളരെ സ്ട്രോങ് ആയിട്ട് പറ. ശരിക്കും സ്ട്രോങ് ആയിട്ട് കൈകൾ മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് സ്ട്രോങ് ആയിട്ട് പറ. I can do it. I can do it. മുസിന, can you do it? I can do. Can you do it? Can you do it? ഞാൻ ചോദിക്കുകയാണ്. Can you do it? Yes or no? Yes. I can. Yes or no? Yes. Can you do it? Yes. Can you do it? Yes. No, no, no. That's not enough. I want more energy, more passion, more conviction. Can you do it? Can do it. I can do it.
Musina, tell me, can you do it? Yes. Yes. And how do you feel now? How do you feel now? What is your feeling? ഫീലിംഗ് കുറച്ചൊരു ഒരു ഇത് വന്നു മനസ്സില് വ്യക്തമായിട്ട് പറയൂ, വ്യക്തമായിട്ട് പറയൂ. ബാക്കിയുള്ളവരെ മ്യൂട്ട് ചെയ്യുക പ്ലീസ്, മ്യൂട്ട് ചെയ്യുക. ബാക്കിയുള്ളവർക്കൊക്കെ ആവേശം കയറുന്നുണ്ടെന്ന് എനിക്കറിയാം. ആവേശം കയറുന്ന ആവേശം അവിടെ വെക്കൂ കേട്ടോ. മൂസിനെ മാത്രം സംസാരിക്കട്ടെ, പറയൂ. എനിക്ക് പറ്റും, എനിക്ക് കഴിയണുണ്ട്, പക്ഷെ എന്റെ ചിന്ത അവിടുത്തെ ഒരു ജോബിലേക്ക് തന്നെ പോവാണ്. അപ്പൊ നല്ല പെയിൻ ഉണ്ട്. ആരാണ് ഡിസിഷൻ എടുത്തത്? ആ തീരുമാനം എടുത്ത ആളാരാ? നിങ്ങളെ ഒഴിവാക്കുന്ന തീരുമാനം? എന്നല്ല, വേറെ ഒഴിവാക്കേണ്ടി വന്ന് അവർക്ക്. അപ്പൊ എനിക്ക് അത് 2 ജോലി അറിയണ ഒറ്റ ആളെ വെക്കാന്നുകൊണ്ട് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത്. 2 മുതലാളിമാരാണ്, അതിന് മുതലാളി പെട്ടെന്നൊരു തീരുമാനം എടുത്ത്. എന്ത് പെട്ടെന്ന് തീരുമാനം? രണ്ട് പറയുന്നത് കേൾക്കുന്നില്ല. ജോലി I want to help you. I want your voice clearly. Just be here. I want you to be here. Tell me. 2 ജോലി അറിയണ ഒരു സ്റ്റാഫിനെ വെക്കാന്ന് ഒരു മുതലാളി തീരുമാനം എടുത്ത്. ഓക്കെ, സോ 2 പേരെ അങ്ങോട്ട് ഒഴിവാക്കി. 2 പേരെ ഒഴിവാക്കി. ഓലെ പിന്നെ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയ ഓലെ എടുത്തുള്ള പാൾട്ട് കൊണ്ട്. അപ്പൊ അവർക്ക് ഇനി രണ്ടും പാട് ഒരാൾ മതി എന്നുള്ളതിൽ എന്നെ പെട്ടെന്ന് ഒഴിവാക്കി. ഒഴിവാക്കിയപ്പോ എന്താ വിഷമം? എന്താ ഫീൽ ചെയ്തത്? What did you feel? ഞാൻ അവിടെ എന്റേതായ ഒരു സ്ഥാപനമായിട്ട് കൊണ്ട് നടന്നതായിരുന്നു. അവിടുന്ന് ഭയങ്കര ടെൻഷൻ. ഓക്കെ, അപ്പൊ എന്താ ഫീൽ ചെയ്തിരുന്നത്? അപ്പൊ ഞാൻ അവിടെ സേഫ് ആണ്, എന്നെ അവര് നന്നായിട്ട് വിലമതിക്കും, എന്നെ ആയിരിക്കും റിയലി അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് എന്നെ എത്രയ്ക്കും അത്യാവശ്യമായിരിക്കും, അവരെന്നെ ബഹുമാനിക്കും, അവരെന്നെ മനസ്സിലാക്കും, എന്നെ പെട്ടെന്ന് ഇതുപോലെ എടുത്തെറിഞ്ഞ് ഒഴിവാക്കുന്ന പോലെ ഒഴിവാക്കുന്നത്, അങ്ങനെ ഫീൽ ചെയ്തോ? അങ്ങനെ ഫീൽ ചെയ്തു. സോ ദാറ്റ് പെയിൻ ആണ്, അത്രയും പെയിൻ. അതൊരു ഇൻജസ്റ്റിസ് നടന്നതുപോലെ ഫീൽ ചെയ്തു അല്ലെ? അന്യായമായിട്ടുള്ള രീതി പ്രവർത്തിച്ചതുപോലെ ഫീൽ ചെയ്തു. ഇറ്റ്സ് റിയലി പെയിൻഫുൾ ഫോർ യു. അപ്പൊ എന്താ വേണ്ടത്? മനസ്സിലാക്കേണ്ടത് 2 കാര്യമാണ്. അത് ഫീൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഫീലിംഗ് വരുന്നത് നാച്ചുറലാണ്, അതിൽ താമസിക്കാൻ പാടില്ല. നാച്ചുറലായിട്ട് വരും, അതിനാണ് ഇറ്റ്സ് ഓക്കെ പറയേണ്ടത്. ആ ഫീലിംഗ് വരുന്നതിനാണ് ഇറ്റ്സ് ഓക്കെ ടു ഫീൽ. ഫീലിംഗ് വരുന്നത് ഓക്കെയാണ്, പക്ഷെ വേറെ പ്രോബ്ലം ഇല്ല. ആ ഫീലിംഗിൽ നിന്ന് തുടരാൻ പാടില്ല, നല്ല ലക്ഷണമല്ല. പ്രോബ്ലം എന്താണെന്നറിയോ? ആ കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നോ ജോലി? 2 പേരുടെ ജോലി നിങ്ങൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ? അത് ഞാൻ വിചാരിക്കുന്നുണ്ട്. 1 മിനിറ്റ്, അതെന്ത് ഇമ്പ്രൂവ് ചെയ്യാഞ്ഞേ? അതെന്ത് ഇമ്പ്രൂവ് ചെയ്യാഞ്ഞേ? അതിലേക്ക് പോയില്ല. ബിക്കോസ് അതിനുള്ള പണിഷ്മെന്റ് ആണ് ഇത്. ദാറ്റ്സ് ഓൾ. അക്സെപ്റ്റ് ഇറ്റ്. ദ വേൾഡ് ഈസ് റിയൽ. ഈ ലോകം ഇങ്ങനെയാണ്, ലൈഫ് ഇങ്ങനെയാണ്. പണിയെടുത്താൽ അതിനനുസരിച്ച് ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മൾ പണിയെടുക്കില്ലേ, നമ്മൾ കുറച്ച് മടിച്ച്, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി, നമ്മൾ ജസ്റ്റ് ഇറസ്പോൺസിബിൾ ആയി, നമ്മൾ കെയർ ചെയ്തില്ല, നമുക്ക് നമ്മളെ വാല്യൂ, നമ്മുടെ വാള് മൂർച്ച കൂട്ടിയില്ല, നമ്മൾ നമ്മുടെ മഴ മൂർച്ച കൂട്ടിയില്ല, നമ്മൾ വേണ്ട രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തില്ല, വേറൊരാൾ വന്നാൽ വേറൊരാൾ എടുക്കും. അയാൾക്ക് കുറഞ്ഞ ഒരാളുടെ കോസ്റ്റിൽ അയാൾക്ക് അതല്ലേ ലാഭം, അയാൾ അത് എടുക്കില്ലേ? അത് നിങ്ങളാണെങ്കിലും എടുക്കില്ലേ? That's it. So don't set the small stuff. Don't be a victim. നിങ്ങളുടെ മാത്രം ഫോൾട്ടാണ്. അവര് തീരുമാനമെടുത്തത് അവർക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുക്കുള്ളൂ. നിങ്ങളാണെങ്കിൽ അത് തന്നെയാണ് എടുക്കുക. നിങ്ങൾക്ക് എന്തിനാ 2 ആൾക്കാരെ വെക്കണം? വേറൊരു നല്ലൊരാളെ കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 പേരെയും മാനേജ് ചെയ്യണ്ടേ? 2 പേരുടെയും പ്രശ്നങ്ങൾ മാനേജ് ചെയ്യണ്ടേ? 2 പേരുടെ ചെലവില്ലേ? 2 പേരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? ഇതിന് പകരം ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനല്ലേ നോക്കുള്ളൂ. നമ്മളാണെങ്കിൽ അതേ നോക്കുള്ളൂ. സോ പ്രോബ്ലം എന്താണ്? നമ്മൾ അങ്ങനെ ഒരു 2 പേരുടെയും ജോലി ചെയ്യുന്ന ഒരാളായി നമ്മൾ മാറിയില്ല. ഇപ്പം മൂസിനെ നശിപ്പിക്കുന്നത് മൂസിനാന്റെ ആറ്റിറ്റ്യൂഡാണ്. അയാൾ ഒരു പ്രാവശ്യം അത് ചെയ്തിട്ടുള്ളൂ, അന്നൊരൊറ്റ ദിവസം. വീണ്ടും അത് ഇത്രയും ദിവസം മൂസിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മൂസിനെ കൊണ്ടുപോകുന്നത് മൂസിനെയാണ്. അക്സെപ്റ്റ് ചെയ്യുക. ഇറ്റ്സ് കോൾഡ് വിക്ടിം മെന്റാലിറ്റി. സ്റ്റോപ്പ് ബീയിങ് എ വിക്ടിം. സ്റ്റോപ്പ് ബീയിങ് എ വിക്ടിം. ഇതെല്ലാവർക്കും ഉള്ള പണിയാണ് കേട്ടോ. നിങ്ങൾ പണി എടുക്കേണ്ട രീതിയിൽ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്കുള്ള പണി വരും.
അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം. യുവർ ഇമോഷൻ ഡസൻറ്റ് മാറ്റർ. നിങ്ങളുടെ ഇമോഷൻസ് ഒരു വാല്യൂ അവിടെ ഇല്ല, പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നിടത്ത്. കാരണം നിങ്ങൾക്ക് പൈസ തരുന്നത്, പൈസ കിട്ടുന്നുണ്ട് അല്ലേ? വെറുതെ പോയിട്ട് ചാരിറ്റി എന്നല്ലല്ലോ ചെയ്യണം. നിങ്ങൾ ചാരിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് പൈസ വാങ്ങുന്നുണ്ട്. അപ്പോൾ പൈസയ്ക്ക് ചെറിയ പൈസയ്ക്ക് നല്ലൊരാളെ കിട്ടിയാൽ അവരെടുക്കും. ഇറ്റ്സ് നാച്ചുറൽ. നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ നിങ്ങളെ വാല്യൂ കൽപ്പിക്കുന്ന, നിങ്ങൾക്ക് റെസ്പെക്ട് സംഗതികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ യു പ്രൊമോട്ട് ഇൻ ദാറ്റ് വേ. നമുക്ക് ചില കാര്യങ്ങളിൽ മാത്രം ആയാൽ പോരാ. നമ്മൾ നല്ല വ്യക്തിയാണ്, നല്ല കഴിവുണ്ട്. മുസ്ലിക്ക് എന്താ സംഭവിച്ചത്? നല്ല ആത്മാർത്ഥതയുണ്ട്, നല്ല 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 മനുഷ്യനാണ്, നല്ല സ്വന്തം സ്ഥാപനം പോലെ കണ്ടിട്ടുണ്ട്. സ്വന്തം സ്ഥാപനം പോലെ കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെയല്ല മൂസിനാണ്. സ്വന്തം സ്ഥാപനം പോലെ കണ്ടിരുന്നെങ്കിൽ എങ്ങനെയാണ് മൂസിനെ ചെയ്യേണ്ടത്? ആ കഴിവ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടിയിരുന്നു. അത് ചെയ്തില്ല. അപ്പൊ അത്രക്ക് സ്വന്തം സ്ഥാപനം പോലെ കണ്ടില്ല. ഒരു 30% കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ 50% കണ്ടിട്ടുള്ളൂ, 70% കണ്ടിട്ടുള്ളൂ. ഒരു 30% കൂടെ ബാക്കി ഉണ്ടായിരുന്നു, അത് കാണാത്തതുകൊണ്ട് പോയി. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? യെസ് എന്നാണോ ഇല്ല എന്നാണോ? പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ഇത് അക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് നിങ്ങൾ ഷിഫ്റ്റ് ആവുന്നത്. കാരണം ഈ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്? യു വിൽ കണ്ടിന്യൂ ഈ സെയിം ആറ്റിറ്റ്യൂഡുമായിട്ട് ലൈഫ് മുന്നോട്ട് പോയാൽ വേറെ എവിടെയെങ്കിലും ജോലിക്ക് കയറും, അവിടെ ഈ സാധനം റിപ്പീറ്റ് അടിക്കും. മനസ്സിലായോ? ഇതിനെയാണ് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഡോണ്ട് മൂവ്, ഇത്രേ ഉള്ളൂ മസിന. ഇറ്റ്സ് ഓക്കെ. സംഭവിച്ചു. നമ്മുടെ ലൈഫിൽ നമുക്ക് സംഭവിക്കുന്നതെല്ലാം നമ്മുടെ കാരണത്താലാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയും റെസ്പോൺസിബിൾ ആവുകയും ചെയ്യും. ഇതിനർത്ഥം നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുകയല്ല, വേദനിപ്പിക്കുകയല്ല. ഇതൊരു അക്സെപ്റ്റൻസ് ആണ്, റിയാലിറ്റി, റെസ്പോൺസിബിലിറ്റി മനസ്സിലേക്കെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മൂർച്ച കൂട്ടും, നമ്മൾ പണിയെടുക്കും. നമ്മളെ മൂർച്ച കൂടി നമ്മൾ ജോലിയിൽ നിന്ന് രാജിവെക്കാന്ന് പറയുമ്പോഴേക്കും അവർക്ക് ടെൻഷൻ ആവണം. മൂസിന് ഇവിടുന്ന് പോവാന്ന് പറയുന്ന സമയത്ത് ആ സ്ഥാപനം, മൂസിന് എവിടെയാണ് വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്ന് ഇനി എവിടെ വർക്ക് ചെയ്യണമെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്ത് മൂസിന് പറയണേ, ഞാൻ സാറേ എനിക്ക് വേറെ ജോലിക്ക്, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ പോകരുത് എന്ന് അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കണം. ആ ലെവലിൽ മൂർച്ച കൂട്ടണം നമ്മുടെ കഴിവുകൾ. അപ്പോഴാണ് വാല്യൂ ഉണ്ട്. മനുഷ്യന്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവാണ്. ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന 2 പേര് തീർത്തിരുന്ന പ്രശ്നത്തിന്റെ പരിഹാരം ഒരാൾക്ക് തീർക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരാളെ കിട്ടി. സ്വാഭാവികമായിട്ടും അയാളുടെ സ്കിൽ, ആ ലെവൽ അയാൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടല്ലേ അയാൾ അങ്ങനെ ആയത്. നമ്മളത് ചെയ്തിട്ടില്ല, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. റിയാലിറ്റി ഓഫ് ദ വേൾഡ് ഈസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ, ആ ആറ്റിറ്റ്യൂഡ് ആയി കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ്? ഇപ്പൊ വാങ്ങുന്ന ഇരട്ടി ശമ്പളം വാങ്ങാം. അത് മൂസിനൊക്കെ സന്തോഷം ഉണ്ടാവുമോ? ഉണ്ടാവും. അപ്പൊ സന്തോഷം ഉണ്ടാവുകൊണ്ട് ഇനി ആ സന്തോഷത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇപ്പം അവര് തന്നതിനേക്കാളും ഇരട്ടി ശമ്പളത്തിൽ ഞാൻ ജോലി ചെയ്യും, അല്ലെങ്കിൽ 3 ഇരട്ടി 10 ഇരട്ടി ശമ്പളത്തിൽ ഞാൻ ജോലി ചെയ്യും. അതിനുവേണ്ടി ഞാൻ എന്നെ ഇമ്പ്രൂവ് ചെയ്യും. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? എന്റെ കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡ് ഞാൻ മാറ്റും, കംപ്ലീറ്റ് ഞാൻ ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ഞാൻ വേറെ ലെവലിലേക്ക് ഞാൻ മാറാൻ പോകണം. ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു ട്രാൻസ്ഫോം. അപ്പൊ ഈ പണി കിട്ടിയത് എന്താണ്? ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു ദുരന്തമാണോ ഒരു അവസരമാണോ? അവസരമാണ്. സോ താങ്ക് യു ഫോർ ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഈ പണി തന്നതിന് സാറ് താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ പണി തന്നോണ്ട് ഞാനിതാ മോർണിംഗ് ക്ലാസ്സിൽ ഈ ഒരു ഷാഫി മുഹമ്മദിന്റെ ക്ലാസ്സിൽ വന്നിരുന്ന് ഞാൻ ഈ ഷാറുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് എന്റെ പ്രശ്നം ശരിക്കും എനിക്കിപ്പോ പുതിയൊരു ആരോട് ഇതുവരെ ഇല്ലാത്തൊരു സാധനം. എനിക്ക് ഇതുവരെ 10 ഇരട്ടി ശമ്പളത്തിൽ ജോലി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് ആ വാശി എനിക്ക് ഇട്ട് തന്നതിന്, എനിക്ക് പണി തന്നതിന് താങ്ക് യു സോ മച്ച്. ഇതാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ആള് ഒന്നോട് തിരിഞ്ഞിരിക്കുന്നു. Right? This is called attitude shifting. And how do you feel now? What is your energy now? മനസ്സാണ് ചിരിച്ചു സാർ. That's all. So go out. ഇതേപോലെ എല്ലാവരും പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഇതേപോലെ പല പ്രശ്നങ്ങളുണ്ടാവും. നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ,
നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഈ രൂപത്തിൽ കോച്ചിങ്ങും ഗൈഡൻസും സംഗതികളും നിങ്ങൾക്ക് ഇതിലേറെ ഡെപ്ത്, ഡീപ്പർ ലെവലിൽ മൂസിന് നമ്മളുടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? EFT ഇല്ല ചെയ്തിട്ടില്ല. ചെയ്യണം. കം ടു ദ പ്രോഗ്രാം. 18-ാം തീയതിയിലേക്ക് വാ. നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞു 10 ഇരട്ടി ശമ്പളത്തിൽ ജോലി വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ പ്രിപ്പയർ ചെയ്യാം. ക്യാഷ് കുറച്ചുകൂടെ അടിക്കാണ്ട്. എന്താണ്? 18-ാം തീയതിയിലേക്ക് വരുന്നുണ്ട്. ക്യാഷ് കുറച്ച് അടിച്ചിന്, കുറച്ചുകൂടി വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. യു ആർ ദ റൈറ്റ് പേഴ്സൺ. സോ ഞാൻ ഹെൽപ്പ് ചെയ്ത ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, എല്ലാവരോടും പറയാനുള്ളത്, ഷിഫ്റ്റ് യുവർ എനർജി, ഷിഫ്റ്റ് യുവർ ഫോക്കസ്. ഇപ്പൊ മൂസിന് എന്താ ചെയ്തത്? കംപ്ലീറ്റ് ഫോക്കസ് അവിടെ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്തു? ഫാസ്റ്റിൽ നിന്ന് എടുത്തിട്ട് നേരെ പുതിയൊരു സാധനം, ഇങ്ങനെ ഒരു ഡിഷ് ആന്റിന ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഭാവിയിലേക്ക് തിരിച്ചു വെച്ചിരിക്കുക, ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുക ആ ഗോളിലേക്ക്. അപ്പൊ അതിനു വേണ്ടി എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഇതുപോലെ ഒരുപാട് വർക്കുകൾ ചെയ്യാറുണ്ട്. whatever that you are going through, we can work it out. Come shift your energy completely shift ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ലൈഫിനെ തിരിച്ചു പിടിക്കാം. അത് തിരിച്ചു പിടിക്കുന്നതിലെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നിങ്ങൾ 18-ാം തീയതി നടക്കുന്ന നമ്മളുടെ പ്രോഗ്രാം ഉണ്ട്, EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാമിലേക്ക് വരിക. നിങ്ങളുടെ ട്രോമാസ് എല്ലാം ഹീൽ ചെയ്ത് നിങ്ങൾക്ക് ഇൻഡെപ്തിൽ ഇത്തരത്തിലുള്ള കോച്ചിങ് നൽകിക്കൊണ്ട് പുതിയൊരു ഡയമെൻഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം? തിരിച്ചു വിടാം. ലെറ്റ്സ് വർക്ക് ഹാർഡ് ടു ബ്രിങ് ബാക്ക് ദ ഓൾഡ് സെൽഫ്. നിങ്ങളെ നഷ്ടപ്പെട്ട നിങ്ങളെ തിരിച്ചു പിടിക്കാൻ, കംപ്ലീറ്റ്ലി തിരിച്ചു പിടിക്കാൻ, പുതിയ ഒരാളെ നിങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് ചെയ്യാം. സോ അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി എന്താ? ബോഡി ലാംഗ്വേജ്. മുസിന, വാട്ട് ഈസ് യുവർ ബോഡി ലാംഗ്വേജ് നൗ? ഇപ്പോഴത്തെ ബോഡി ലാംഗ്വേജ് എന്താ? അത് പറ. ആ ഫീലിംഗ് എന്താ? കൈകൾക്ക് ഹാപ്പിയാണ്. ശരീരത്തിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ശരീരത്തിൽ നല്ലൊരു ഉന്മേഷം ഉണ്ട്. ഉന്മേഷം ഉണ്ടാവുമ്പോ ശരീരം എങ്ങനെയാണ്? ശരീരം കൈ എങ്ങനെ വെച്ചിരിക്കുന്നത്? കൈ ഇങ്ങനെ വിടർത്തി വെച്ചിരിക്കുകയാണ്. ലൈക്ക് യുനോ, കൈ വിടർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ലൈക്ക് ഇരിക്കുന്നത് എങ്ങനെയാണ്? ഇരിക്കണമെന്ന് ഉഷാറായി. ഞാനിങ്ങനെ ഒരു നെട്ടല് നിവർന്നോ? നേരത്തെ സാറ് പറഞ്ഞ പോലെ ഞാൻ ഇരുന്നിന്. നെട്ടല് നിവർന്നോ? ഓ, നിവർന്നു. ഓക്കെ. വേറെന്തൊക്കെ സംഭവിക്കുക? നെട്ടല് നിവരും. വേറെ സംഭവിക്കും, കൈകളിൽ ഒരു ബലം ഫീൽ ചെയ്യും. എന്താണെന്നറിയില്ല, ബലം ഫീൽ ചെയ്യും. അത് 10 ഇരട്ടി അങ്ങോട്ട് ആക്കുക. അപ്പം ഫീൽ ഇറ്റ്. ഓട്ടോമാറ്റിക്കലി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചേഞ്ച് ചെയ്യും. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, യു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇപ്പൊ കിടക്കുന്നുണ്ടോ മൂസിന? ക്ലാസ് കിടന്നുകൊണ്ടാണ് ആദ്യം കേട്ടിരുന്നത്? കിടന്നോണ്ടേ കേട്ടിരുന്നു. ഇന്നലൊക്കെ കിടന്നോണ്ടേ കേട്ടിരുന്നു. എഴുതാനൊന്നും വന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? കിടന്നിടന്ന് ഇരുന്ന് കേൾക്കാൻ തുടങ്ങി. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനർജി ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പറ്റൂല, അവിടുന്ന് എണീക്കും, പിന്നെ നടക്കാൻ തുടങ്ങും, പിന്നെ സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഇത് തീരുമാനമാക്കിയിട്ട് ഞാൻ അടങ്ങൂ, എനിക്കൊരു ജോലി കിട്ടണം, ഞാൻ കിട്ടും, ലഭിക്കും. ഈ ഒരു ലെവലിലേക്ക് കൂടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടൂല. That's called like, you know, completely വേറെ ഒരു ഡോമിനേറ്റിംഗ് മൈൻഡ് സെറ്റിലേക്ക് പോവാ. യു ബ്രിങ് ബാക്ക് ദ റിയൽ യു, ദ ഡയമണ്ട്. ആ ചെളിക്കൊണ്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർ അല്ലേ? അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നാൻ താണ്ട എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരണം. That's how you are. ഇതെല്ലാവരിലും ഉണ്ട്. കുറെ കാലമായി ആ ബുക്ക് എഴുതണം, കുറെ കാലമായി ആ ബിസിനസ് തുടങ്ങണം, കുറെ കാലമായി ആ കാര്യങ്ങൾ ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, മറ്റത് ചെയ്യണം. ഓ എനിക്ക് പ്രായമായി, ഓ എനിക്ക് 50 എനിക്ക് 55 എനിക്ക് 40 60 ഇനിയിപ്പോ എനിക്ക് 35 ഇനിയിപ്പോ പകുതിയായി, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ വീട്ടമ്മയാണ്, ഞാൻ അതാണ് ഇതാണ്. കംപ്ലീറ്റ് സാധനം എടുത്തിട്ട് വലിച്ചെറിയാം, അതൊക്കെ എടുത്ത് വലിച്ചെറിയാം. ബി ഹിയർ. ആരെന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, നമ്മൾ എന്താണ് നമ്മൾ തീരുമാനിക്കും. അതിന് വേണ്ടിയിട്ട് കൈകൂട്ടിയടിക്കണോ, ഓടണോ, ചാടണോ, യെസ് എന്ന് പറയണോ? എന്താ പറയണ്ടെച്ചാ പറയാ, ബി ദാറ്റ് കിഡ്. നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു തുള്ളിച്ചാടി നടന്നിരുന്നത്? നിങ്ങൾക്ക് അറിയാടോ, നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുണ്ട്, ആ റിയൽ സാധനമുണ്ട്. അതിനങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ ഫീൽ ഇറ്റ് ഇൻ യുവർ ബോഡി. And when you feel that,
ഗോ ദെയർ ആൻഡ് എക്സ്പീരിയൻസ് ഈച്ച് ആൻഡ് എവറിബഡി. ആ വൈബ്രേഷൻ ഫീൽ ചെയ്യട്ടെ. ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീര ഭാഷ അങ്ങോട്ട് സാറ് നമ്മുടെ ക്ലാസ് ഇങ്ങനെ ടൈം കഴിഞ്ഞ് സജീറിന്റെ ആ ഒരു പോയിന്റ് എനിക്കും വരാറുണ്ട്. അപ്പൊ ഞാൻ മറക്കാതെ കൂടി ഓർമ്മിപ്പിച്ചതാണ്. ഐ അണ്ടർസ്റ്റാൻഡ്. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഞാൻ ഫൈനലി പറഞ്ഞ പോയിന്റ് ഇതാണ്, ബോഡി ലാംഗ്വേജ്. ഷിഫ്റ്റ് യുവർ ബോഡി ലാംഗ്വേജ്. You can hack your brain, hack your mind, and completely shift your mood. നിങ്ങളുടെ മൂഡ് നിങ്ങളുടെ ശരീരത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട. ശരീരം ചലിപ്പിച്ച് പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചാൽ, പോസിറ്റീവ് രീതിയിൽ ചലിപ്പിച്ചാൽ പോസിറ്റീവ് മൂഡ് ഉണ്ടാവും. അതേപോലെ പോസിറ്റീവ് മൂഡിലാണെങ്കിൽ ശരീരം പോസിറ്റീവായിട്ട് ചലിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചലിപ്പിച്ചാൽ മതി, നേരെ പോസിറ്റീവ് മൂഡിലേക്ക് വരാം. ഇതാണ് ഇതിന്റെ ടെക്നിക്ക്. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് എ വണ്ടർഫുൾ ടെക്നിക്? യെസ്. അടിപൊളി. നമ്മൾ ആ അവയർനെസ്സിൽ ഇങ്ങനെ മാക്സിമം നിൽക്കണം. ഷിഫ്റ്റ് അപ്പൊ അവയർനെസ് കൂട്ടാനുള്ള അടുത്ത സാധനമാണ് ഷിഫ്റ്റ് യുവർ ബോഡി മൂവ്മെന്റ്സ്. ബോഡി മൂവ്മെന്റ്സ് എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യണം. ഇതൊക്കെ പ്രീമിയം കോണ്ടന്റ് ആണ്. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് ഇപ്പൊ ഈ മോർണിംഗ് ക്ലാസ്സിൽ കൊടുക്കുന്നത്. അതെ, നമ്മുടെ കോഴ്സിൽ വരുന്ന ഒരു ഭാഗമാണ് ഇപ്പോ സാർ എടുത്തിട്ടത്. സാറ് പറഞ്ഞ മാതിരി EFT നമ്മളത് ഫസ്റ്റിലെ കോഴ്സ് ചെയ്തപ്പോ ശേഷമുള്ള മാറ്റം ഞാൻ ഇവാലുവേറ്റ് ചെയ്തിരുന്നേ, അനലൈസ് ചെയ്തിരുന്നു. അപ്പോ നമ്മൾ ലാസ്റ്റ് കണ്ടപ്പോ പറഞ്ഞ മാതിരി ഒരുപാട് ഡ്രാസ്റ്റിക് ചേഞ്ച്, ചെറിയ കുറെ സംഗതികൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ബോഡി ലാംഗ്വേജ്, ബോഡി വീക്കായി നിൽക്കുന്നത്, അതൊക്കെ കംപ്ലീറ്റ് അങ്ങോട്ട് മാറി. അത് ഓരോ ലൈഫിൽ നമ്മളെ ഓരോ ദിവസം ചെയ്യുന്ന പല കാര്യങ്ങളിലും അതിന്റെ ചേഞ്ചസ്. என்னம்மா இதுல காசை போடு, அப்பதானே எனக்கு இது ஏத்த முடியும். നസീമ പറയൂ. അപ്പോൾ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് വരും. ഓക്കെ, അതാണ് ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്. നിങ്ങൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? നിങ്ങളുടെ ശരീരം ചലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കംപ്ലീറ്റ് മെറ്റാബോളിസം ചേഞ്ച് ആവും, മൂഡ് ചേഞ്ച് ആവും, ഹോർമോൺസ് ചേഞ്ച് ആവും, കംപ്ലീറ്റ് ചേഞ്ച് ആവും. നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. അയാളുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആവും. യു ബി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. ഓക്കെ, സജീറ ചോദിച്ചോളൂ, ചോദ്യം എന്താണ്? സജീറ ചോദിച്ചോളൂ, എന്തായിരുന്നു ചോദ്യം? നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നന്നായി കോൺസെൻട്രേഷൻ ചെയ്തിട്ട് തന്നെ ആയിരിക്കും പഠിക്കുന്നത്. പക്ഷെ അതിന്ന് പെട്ടെന്ന് നമ്മളെ മൈൻഡ് സ്ലിപ്പായി പോകുന്നൊരു, നമ്മുടെ മൈൻഡ് സ്ലിപ്പായി പോകുന്നു. എന്തുകൊണ്ടാണത്? ഒറ്റ കാര്യമാണ്. ഒന്ന്, സ്ലിപ്പായി പോകുന്നത് അങ്ങനെ സ്ലിപ്പായി പോയി പാറ്റേൺ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കാര്യം ഒരുപാട് തവണ സംഭവിച്ച ഒരു പാറ്റേൺ ആയി മാറിയത് കൊണ്ടാണ് ഇപ്പൊ സ്ലിപ്പായി പോകുന്നത്. രണ്ടാമത്തത്, ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു 15 days നന്നായിട്ട് മനഃപൂർവ്വം എഫേർട്ട് ഇട്ട് അവയർനെസ് മനഃപൂർവ്വം കൺട്രോൾ ചെയ്ത് കോൺഷ്യസ്ലി കൺട്രോൾ ചെയ്തിട്ട് ചെയ്യണം. സ്ലിപ്പായി പോയാൽ അപ്പൊ പിടിക്കുക, സ്ലിപ്പായി പോയാൽ അപ്പൊ പിടിക്കാം, പിടിച്ച് അതിലേക്ക് തന്നെ അവയർനെസ് കൊണ്ടുവന്ന് അതിൽ തന്നെ നിൽക്കാം. ഓക്കെ, രണ്ടാമത്തെ അത് ചെയ്യേണ്ട കാര്യം, രണ്ടാമത്തെ സംഗതി റിയാലിറ്റി മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്ലിപ്പായി പോകുന്നതിന്റെ റീസൺ, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്കൊരു ഇഷ്ടമില്ലാത്തതായിരിക്കാം. പഠിക്കുക, വായിക്കുക, എന്തെങ്കിലും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യം ഇരിക്കില്ല. അപ്പൊ അതിലേക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ ഇതിന് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യമായി കാണുന്നത് കൊണ്ട് നമ്മുടെ പഴയ ട്രോമ റെസ്പോൺസ് വരികയാണ്, എസ്കേപ്പിസം, ഫ്ലൈറ്റ് മോഡ്. നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യണം? അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അത് ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം എന്താ വേണ്ടത്? നമ്മുടെ ട്രോമ ഹീലിംഗ് ഒരു സൈഡ് കൂടെ നടക്കട്ടെ. ഓക്കെ, അത് ചെയ്യാം. രണ്ടാമത്തത്, മനഃപൂർവ്വം പിടിച്ചിരുത്തുക നിങ്ങൾ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? അവെയർ ആവും. അവെയർ ആയിക്കൊണ്ട് എന്ത് ചെയ്യുക? കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കും. അടുത്ത പോയിന്റ് പറയാനുള്ളത്, ഒരു നമ്മൾ അഡ്വാൻസ് പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ നമ്മളത് പറഞ്ഞു തരും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഓരോ ചിന്തകളെ ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു, നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ ചിന്തകൾ നിങ്ങളെ നിയന്ത്രിക്കുകയാണ് അല്ലെ, നിങ്ങളെയും കൊണ്ടാണ് പോവുകയാണ്. അതിന് പകരം ചിന്തകളെ നിങ്ങൾ
ഇപ്പൊ എന്താണ് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചിന്ത മുന്നിൽ പോയി, എന്നിട്ട് പിന്നെ നോക്കി നിൽക്കുകയാണ്, എപ്പോഴാണ് അവിടെ എത്തിയേ, ആ ഒരു അവസ്ഥയിലാണല്ലോ അത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകണം, കൈ പിടിച്ച് കൊണ്ടുപോകും. നമ്മൾ നമുക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ട ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്താൻ പറ്റണം. എത്തേണ്ടതുണ്ട്. അതാണ് നമ്മൾ അത് അഡ്വാൻസ് പ്രോഗ്രാമിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അത് സാർ, അത് നമ്മുടെ ഈ ഇപ്പം എന്താ പറയാ, ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഇത് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, അതിന്റെ നമ്പേഴ്സ് നല്ലപോലെ ഒരുപാട് ചെയ്യാണ്ടല്ലോ, അത് നല്ലപോലെ കൂട്ടുക, മെഡിറ്റേഷൻ നല്ലപോലെ കൂട്ടുക, എഫർമേഷൻസ് കൂട്ടുക. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റേറ്റ്, നമ്മുടെ മൈൻഡ് നമുക്ക് ഇങ്ങനെ നമ്മുടെ കൺട്രോളില് ഒരുപാട് കിട്ടും. ഇതിന് പുറമെ ഒരു സാധനം ആ മെഡിറ്റേഷനിലൂടെ തന്നെ ഒരുപാട് കിട്ടും. ഇതിന് പുറമെ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും അവെയർ ആവുക. നിങ്ങളോട് തന്നെ പറയാം, നിങ്ങൾ ഒരു ടാസ്കിലേക്ക് ഇരിക്കുമ്പോൾ ഫോക്കസ് കോൺഷ്യസ്ലി നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഒരു 15 ദിവസം പ്രാക്ടീസ് ചെയ്തോ. ഓക്കെ, ഞാൻ എന്നതാണ് ചെയ്യാൻ പോകുന്നത്, ഇന്ന കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, അത് ഞാൻ ചെയ്യാൻ പോകണം. ഒരു 1 hour ഇരിക്കുക, അല്ലെങ്കിൽ 15 മിനിറ്റ് ഇരിക്കുക. അപ്പോൾ നിങ്ങൾ നിരീക്ഷിക്കുക, ഇതൊരു എക്സസൈസ് ആയിട്ട് എടുക്കുക, നിരീക്ഷിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാനുള്ളത് ചെയ്യുക, വർക്കുള്ളത് ചെയ്യുക. അത് ചെയ്തിട്ട് അതിനിടയിൽ എങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തിരിച്ചു വരിക, ബാക്ക് ടു വർക്ക് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഇത് വീണ്ടും എഴുതുക. എഫേർട്ട് വിട്ടുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ നെഗറ്റീവ് കയറി വരുമ്പോൾ നമ്മളിങ്ങനെ ഡീവിയേറ്റ് ചെയ്യും, കുറച്ചൊന്ന് ഇതാവും. എനിക്ക് തന്നെ എഫേർട്ട് ഇട്ട് ചെറിയ ചേഞ്ചസ് വരുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ അതിലേക്ക് എത്തും. ഇറ്റ്സ് ഓൾ അബൌട്ട് റിപ്പീറ്റേഷൻ. നമ്മുടെ പ്രോബ്ലം റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇരുന്ന് നമ്മളൊരു വാശി, ഇതെനിക്ക് ഫിക്സ് പറ്റൂ, ഇവിടെ ഒരു മതിൽ ഞാൻ കെട്ടിയേ പറ്റൂ എന്നങ്ങോട്ട് തീരുമാനിച്ച് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്ന ഒരാളുണ്ടല്ലോ, അയാളൊരു മതിൽ അങ്ങോട്ട് കെട്ടും, അല്ലെ? ഒരു ചുറ്റുമതിൽ വീടിന് കെട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു ബാത്റൂം ഉണ്ടാക്കണം എന്ന് ഇറങ്ങി തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാത്റൂം അങ്ങ് ഉണ്ടാവും. അല്ലെങ്കിൽ വീട്ടിലൊരു AC ഫിക്സ് ചെയ്യണം, വെക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങ് വെക്കും. എന്ന പോലെ തന്നെയാണ് മൈൻഡിന്റെ കാര്യത്തിലും. അങ്ങ് തീരുമാനിക്കുക, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ടൈം കൊടുത്തിട്ട് ഇത് ഞാൻ ഇന്നൊരു മണിക്കൂർ ഞാൻ പഠിക്കാൻ ഇരിക്കുമ്പോൾ ശ്രദ്ധ മാറണം കാണല്ലോ, നോക്കട്ടെ, ശ്രദ്ധ മാറി അപ്പം പിടിച്ചും കിടന്നു കൊണ്ടുവരിക, എന്നിട്ട് ഇരുതുക, വീണ്ടും ശ്രദ്ധ പിടിച്ചു കൊണ്ടുവരിക, ഇരുതുക, വീണ്ടും ശ്രദ്ധ ഇരുതുക. ആ 1 മണിക്കൂർ നിങ്ങൾ അച്ചീവ് ചെയ്താൽ, ഒരു 1 hour നിങ്ങൾ അച്ചീവ് ചെയ്താൽ, അടുത്ത ദിവസം നിങ്ങൾക്ക് ഭയങ്കര സെലിബ്രേഷൻ ഫീൽ ചെയ്യും. കാരണം നിങ്ങൾ അവെയർ ആയാൽ മതി, പോകുന്നുണ്ടെന്ന് അവെയർ പിടിച്ചുകൊണ്ടിരിക്കുക, അവരെ പിടിച്ചു, വേറെ കംപ്ലീറ്റ് ഫോണും എല്ലാത്തിനോടും അവർ ഭയങ്കര ഒരു എന്താ പറയുക, നിങ്ങളെ കൊണ്ടുപോകുന്ന സാധനത്തിനോടും നിങ്ങൾ ശരിക്കും അങ്ങോട്ട് എന്ത് ചെയ്യുക, ഒരു പുല്ല് വില കൽപ്പിക്കുക, ഒരു ഗെയിമിഫിക്കേഷൻ കൊടുക്കുക. എൻ്റെ പണി നോക്ക് നീ എന്ന് പറഞ്ഞിട്ടുള്ള രീതി, നീ പോടോ, ഐ ഡോണ്ട് കെയർ. സോഷ്യൽ മീഡിയയിലേക്കാണ് പോകണമെന്ന് വെച്ചാൽ പോടോ, വേറെ എന്തെങ്കിലും ചിന്തയിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ പോടോ, ഐ ഡോണ്ട് നീഡ് യു, ഐ ഡോണ്ട് കെയർ അബൌട്ട് യു എന്നൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കും. എന്നിട്ട് ഞാനിതാ ഇവിടെയാണ്, ദിസ് ഈസ് മൈ ടാസ്ക്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ട്, സെൽഫ് കൺട്രോൾ ഉണ്ട്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. സെലിബ്രേഷൻ ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും, അല്ലേ? അതെ, ഇത് ഭയങ്കര. എന്നിട്ട് നമ്മൾ ഇത് ചെയ്ത് ഒരു ദിവസം ചെയ്തു, 2ാമത്തെ ദിവസം ചെയ്തു, 3ാമത്തെ ദിവസം ചെയ്തു, 4ാമത്തെ ദിവസം, അങ്ങനെ 15 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. 2 weeks. മനസ്സിലായോ? ഈ പണി എടുക്കാൻ തയ്യാറാണോ നിങ്ങൾ? Are you ready to work this? Yes, sir. Timmy, is it helpful? Yes, it's helpful. Yeah. എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇരിക്കുമ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോച്ചിങ് വിചാരിക്കുന്നു. ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോച്ചിങ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ ഫ്രണ്ട്സിനെ, ഫാമിലി മെമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ വിളിക്കുക. ജസീല ചോദിച്ചോളൂ, എന്താണ്? ടെൻഷനാണ് കൂടുതൽ പഠിക്കണ സമയത്ത്, അപ്പൊ അത് മാറണം. പഠിക്കണ സമയത്ത് ടെൻഷനാണ് കൂടുതൽ, അത് മാറി കിട്ടണം. അത് മാറും. അത് ഈ രൂപത്തിൽ, ഞാനിപ്പോ ഈ പറഞ്ഞ അതേ രൂപത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ടെൻഷനോടൊക്കെ പണിയൊക്കെ പോകാൻ പറ, അതങ്ങ് പറയാ, അപ്പൊ അങ്ങ് മാറും. അല്ലാതെ ഞാൻ ടെൻഷനാണെന്നല്ല, ഭയങ്കര സന്തോഷം. ജെസ്സിൽ സന്തോഷം കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും? സന്തോഷിക്കാൻ പക്ഷെ പറ്റുന്നില്ല. പറ്റും, സന്തോഷിക്കാറുണ്ട്, പറ്റുന്നില്ല എന്നോ? അങ്ങനെ സന്തോഷിക്കും ചെയ്യും, പിന്നെ പറ്റില്ല എന്നോ? അങ്ങനെ സംഗതി ഇല്ല. ടെൻഷൻ ഉണ്ട്, അത് മാറും കേട്ടോ. അത് റീഡാവണ്ട. അതെന്താ വെച്ചാൽ അങ്ങ് സെലിബ്രേറ്റ് ചെയ്ത് അങ്ങ് അടിച്ച് പൊളിക്ക്. ജസീല നോക്കി നിൽക്കേണ്ട, ടെൻഷൻ അടിച്ച് നിന്നിട്ട്
ഇന്നലെ കൂടി ടെൻഷൻ അടിച്ചിട്ടുള്ളൂ. അത് സാരമില്ല. അതിപ്പോ ഇന്നലെയും കൂടി ഞാനും ടെൻഷൻ അടിച്ചിട്ടുള്ളൂ. പിന്നെ പണി നോക്കാൻ പറ. ദാറ്റ്സ് ഓക്കെ. വല്ലപ്പോഴും ടെൻഷൻ അടിക്കുന്നതിന് എന്താ കുഴപ്പം ജസീല? ബി ഹാപ്പി. ഇവിടെ ഇരിക്കാൻ പറ്റണല്ലേ? ഈ ക്ലാസ് ഒക്കെ കേൾക്കാൻ പറ്റുന്നില്ലേ? ജസീലയുടെ ചിരി നോക്ക്. അതെ, ഫുൾ ഹാപ്പിയാണ്. എന്നിട്ട് ഹാപ്പി ഉണ്ടോ? പിന്നെന്താണ്? പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ ശരിയല്ല. ബി ഹാപ്പി. നമ്മളൊക്കെ ഉണ്ട് കൂടെ കേട്ടോ. നമ്മളൊക്കെ ഇല്ലേ? ഡ്രൈവിംഗ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ആർക്ക്? എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഒട്ടും പേടിക്കണ്ടടോ. പറ്റും. ഞാൻ നടന്നു പോകാൻ റോഡിൽ കൂടെ പേടിച്ചോണ്ടിരുന്നത്. പക്ഷെ ബോംബെയില് ഹൈവേയിൽ വരെ വണ്ടി ഓടിച്ചു. സാറിന്റെ മനസ്സിലായി. വീഡിയോ കണ്ടാ മതി. എന്റെ കുറെ വീഡിയോസ് ഉണ്ട്. പഴയ കുറെ സാധനങ്ങളുണ്ട്. പഴയ വീഡിയോസ് ഉണ്ട്. ഇത് ഇപ്പോഴത്തെ പേടീനെ അതിജീവിക്കാനുള്ള എന്തോ ടോപ്പ് ഹെഡിങ് ആണ് അതില്. അത് പറ്റും. എന്താണ് വണ്ടി വരുമ്പോഴേക്കും ഇടിക്കോ ഇങ്ങനെയൊക്കെ ഇല്ല. അങ്ങനെ ഒരു സംഗതി അതാ പറയുന്നത്. അതൊക്കെ ഇനി വിട്. ആ കഥകളൊന്നും ഇല്ല. അതൊക്കെ നിങ്ങളുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഇമാജിനേഷനാണ്. മനസ്സിലായി? അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ അത് ഇനി അതിങ്ങനെ വരുക ഇമാജിനേഷൻ ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം? വിടുക, വിട്ടുകളയുക കേട്ടോ. അപ്പൊ എല്ലാവരുടെ ഓക്കെ, എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കൊണ്ടുവരണം നാളെ പ്രോഗ്രാമിലേക്ക്. നാളെ അടുത്തൊരു 3 ദിവസം ഈ പ്രോഗ്രാം ഇത്രയും ഹെൽപ്ഫുൾ ആണോ? ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ? Yes, it's ഹെൽപ്ഫുൾ ആണോ? helpful. ഓക്കെ. Yes. നമ്മുടെ പഴയ പോലെ ഒരു ടോപ്പിക്കിൽ ഇങ്ങനെ പറയുന്നതിനേക്കാളും കൂടുതൽ ഇന്ററാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കേസുകൾ എടുത്തിട്ട് ഇങ്ങനെ സോൾവ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു വ്യത്യസ്തത കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഈ ഒരു സംഗതിയിലൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും നല്ല യൂസ്ഫുൾ ആകും, എല്ലാവർക്കും യൂസ്ഫുൾ ആകും. ഓരോരുത്തർക്കും അവരുടെ ഇഷ്യൂസ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ 6 എന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഈ സിറ്റുവേഷനിൽ കണ്ടിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓരോ പ്രോബ്ലത്തിലൂടെ മറികടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 6 എന്ന് കമന്റ് ചെയ്യും. കമന്റ് ഡൗൺ. പ്രോഗ്രാം ഇപ്പൊ കുറച്ച് നല്ലോണം ഇൻട്രസ്റ്റിംഗ് ആയി, വളരെ ഹെൽപ്ഫുൾ ആയി. എല്ലാവരും എനിക്ക് തോന്നുന്നത് അവര് താല്പര്യം കൂടും ഇങ്ങനെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ. കറക്റ്റ്. ഈ 18-ാം തീയതി ആവണ ഞാന് വേഗം ആവട്ടെ രചി നിൽക്കാം. എക്സൈറ്റഡ് ആണ്. അടിപൊളി. എക്സൈറ്റഡ് ആണ്. വെരി ഗുഡ്. മോസിന ആകെ ചേഞ്ച് ആയി നോക്കിയേ. അതെ, സംസാരം ടോണും എല്ലാം മാറി. ഇത് മാത്രമല്ല, ഇതിലെ രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരുടെ ഒക്കെ എനർജി ചേഞ്ച് ആകുന്നുണ്ട്. സത്യം. എല്ലാവരുടെ മുഖത്ത് ശരി വരുന്നുണ്ട്. ദിസ് ഈസ് കോൾഡ് ലൈക്ക് സറഗേറ്റ് എന്ന് പറയും, സറഗേഷൻ എന്ന് പറയും. സറഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നടക്കുന്ന ഒരു സറഗേറ്റ് തെറാപ്പി പോലെ സംഗതിയാണ്. ഞാൻ എൻ്റെ എനർജി ചേഞ്ച് ചെയ്തു, നിങ്ങളുടെ എനർജി ചേഞ്ച് ആയി, പാർട്ടിസിപ്പന്റിന്റെ എനർജി ചേഞ്ച് ആയി. ഇത് കണ്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെ എനർജി ചേഞ്ച് ആകുന്നു. സോ ഇതിന് പറയാന്ന് വെച്ചാൽ എനർജി ഈസ് കണ്ടേജിയസ്. ഭയങ്കര പകരുന്ന സാധനമാണ്, പകർച്ചവ്യാധിയാണ് എനർജി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് ഭയങ്കരമായിട്ട് പകരും. അപ്പൊ പകർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെ എനർജി ആണല്ലോ. ജസീലൊക്കെ ചിരിക്കുന്നത് ഫുൾ ടൈം ചിരിച്ചു. ഇന്നിപ്പോ എല്ലാവർക്കും ഫുൾ എനർജി ആയിരിക്കും, കാരണം ഫുൾ ഡോസ് ആണ് രാവിലെ കിട്ടിയത്. ഓക്കെ. ഷബീഹ സാറിന്റെ വീഡിയോ ഒന്ന് പറയുമെന്ന് പേര് ചോദിക്കുന്നുണ്ട്. പഴയ വീഡിയോസ് ആണ്, എനിക്ക് അറിയില്ല. ഞാൻ സത്യം പറയണമെന്നുണ്ടെങ്കിൽ സാറ് ഒരുപാട് ചാനലുണ്ട് യൂട്യൂബിൽ, ഇപ്പൊ ഇഷ്ടം പോലെ ഒരുപാട് നല്ല അടിപൊളി വീഡിയോസ് ഉണ്ട്. പലതും പഴയത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് തന്നെ പലരും പറയാറുണ്ട്, ഒരു പഴയ വീഡിയോസ് ഒക്കെ കണ്ടാല് പരിചയം സാറ് ഇപ്പത്തെ ഇതും പഴയ ട്രാൻസ്ഫോർമേഷൻ അതന്നെ എക്സാമ്പിൾ ആണ്. ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചസ് എന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ്. രണ്ടാമത്തത് അങ്ങനെയാണ് ഞാൻ എന്നെ ചേഞ്ച് ചെയ്തത്. അത് മോട്ടിവേറ്റിംഗ് ആണ്, ഇൻസ്പയറിംഗ്. അതെ, അത് രണ്ടും ആവശ്യമുണ്ട്. രണ്ട് ലെവലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ രണ്ടും എടുക്കുന്നുണ്ട്. എന്റെ പഴയത് എടുക്കുന്നുണ്ട്, പുതിയത് എടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് പഴയത് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എനർജി. മനസ്സിലാവണ്ട, പഴയത്തിൽ ഭയങ്കര എനർജി ഉണ്ട്. സോ പറഞ്ഞോളൂ. ഹായ് സാറേ, ഞാൻ 2019 സാറിന്റെ കോഴ്സിൽ ഉണ്ടായിരുന്നതാണ്. 2019 ബാച്ചിലുണ്ടായിരുന്നു. ജലീൽ അഹമ്മദ്. മൈൻഡ് മാസ്റ്ററി. അറിയാം. നമ്മുടെ ഓൺലൈൻ ചാർജ് പ്രോഗ്രാമിലൊക്കെയുള്ള ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, എപ്പോഴും വീഡിയോസ് കാണാറുണ്ട്. ഇപ്പൊ SI ചാർജ് ഗ്രൂപ്പിലുണ്ട് ദുബായിന്റെ. അത് മാത്രല്ല, ഇപ്പൊ ഈ പഴയ കാര്യം പറഞ്ഞപ്പോ ഞാൻ സത്യത്തില് അന്ന് സാറ് ഞങ്ങൾ ക്ലാസ് ചെയ്തോണ്ടിരിക്കുമ്പോ അന്ന് 3 ഇതായിരുന്നു. പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പാർട്ടായിട്ടായിരുന്നു എടുത്തത്. 3 ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ശരിക്കും എന്റെ ലൈഫിൽ എന്താ പറയാ, ഒരു പെയ്ഡ് വേർഷനിലൂടെ ഒക്കെ കടന്നുപോയത് ഫസ്റ്റ് ആ കൊറോണ സമയത്താണ്. ശരിക്കും ലൈഫില് ഏറ്റവും വലിയൊരു ട്രേഡിംഗ് പോയിന്റ് ആയിട്ട് മാറിയതും ഒക്കെ അത് തന്നെയായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മളെ. അതല്ലല്ല, ഇപ്പൊ നമ്മളെ പഴയ ക്ലാസ് എന്ന് പറഞ്ഞപ്പോ അന്ന് സാറ് ക്ലാസ് അയച്ചു തരാറായിരുന്നു. കുറച്ച് ക്ലാസ്സുകളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അയച്ചു. ഇപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ വണ്ടി കയറി കഴിയുമ്പോ പല കാര്യങ്ങൾ വരുമ്പോ ഈ സാറിന്റെ ക്ലാസ് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ സിസ്റ്റമായിട്ട് കണക്ട് ആവും. അപ്പൊ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ ഞാൻ അതാണ് ഇങ്ങനെ ആലോചിച്ചത്. കാരണം ഇപ്പൊ അധിക ദിവസം സാറിന്റെ ക്ലാസ് ഇങ്ങനെ ഗോൾ സെറ്റിംഗ്സും ഇതൊക്കെ ഞാൻ വണ്ടി കയറുമ്പോൾ ഇങ്ങനെ കേൾക്കാറുണ്ട്.
ഞാൻ Okay. ഇപ്പൊ ഇന്ന് ക്ലാസ്സിൽ ഇപ്പൊ ബൈ ചാൻസ് കയറിയതാ. അപ്പൊ സാറ് ഇതിന്റെ കറക്റ്റ് നമ്മൾ പഴയ ക്ലാസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഡെയിലി ഇപ്പൊ പഴയ ക്ലാസ്സുകൾ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് കേൾക്കാൻ പറ്റാറുണ്ട്. കോഴ്സെറ്റിക്സ് ആയാലും നമ്മളെ റിമൂവ്സ് എല്ലാം ഇമ്പ്യൂരിറ്റീസ് റിമൂവ്സ് ചെയ്തു. അപ്പൊ കറക്റ്റ് സാർ ഇന്ന് പറയുന്നത് അത് തന്നെ, നമ്മൾ പഴയ ക്ലാസ്സിനെ കുറിച്ചിട്ടാണ് സാർ പറഞ്ഞു വന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം Very തോന്നി. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി ഫോർ യു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ജലീൽ ഭായ് ഒരു പുതിയൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട്, EFT എന്ന് പറഞ്ഞത്. കേട്ടണോ? EFT കേട്ടിട്ടുണ്ട്. EFT പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കും. ഇറ്റ്സ് എ ന്യൂ പ്രോഡക്റ്റ്. ന്യൂ പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. മൈൻഡ് പവർ എന്ന് പറയുന്ന വിഷയമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നത്. ഇത് അതല്ല, ഇത് വേറെ ലെവൽ സാധനമാണ്. രൂപേഷ് സാർ പറയും. രൂപേഷ് സാർ എന്താ പറയാനുള്ളത്? എന്താ പറയാ, ഹീലിംഗ് ടെക്നിക്സിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധന. ഇപ്പൊ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഒരുപാട് ഇഷ്യൂസ് ഇപ്പൊ പിടിച്ചു നിന്നിട്ട് ഇപ്പം ചെറിയ ചെറിയ ചേഞ്ചസ് ആണെങ്കിൽ പോലും അത് സെലിബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കോഴ്സാണ്. നമ്മളെ പേഴ്സണൽ ലൈഫ്, ബിസിനസ് ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, റിലേഷൻഷിപ്പ്, ഇതിലെല്ലാം നമുക്ക് എന്താ പറയാ സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പം NLP ഇതിനെ കുറിച്ച് ഒരുപാട് അറിയില്ലെങ്കിലും മനസ്സിലാക്കിയതിൽ നിന്നും ഏറ്റവും പവർഫുൾ ആണ് EFT. ഇതെന്താന്ന് പറയുക, EFTയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മൈൻഡ് പവർ പോലെയല്ല. മൈൻഡ് പവർ തീർച്ചയായിട്ടും നല്ല കോഴ്സാണ്, പക്ഷെ അതൊരു ഡിഫറെന്റ് വേറെ സാധനമാണ്. അത് കുറച്ചുകൂടെ അതിനുള്ള കുറച്ച് എലമെന്റ്സ് ഇതിൽ വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത, EFTയുടെ ഒരു പ്രത്യേകത, ട്രോമ ഹീലിങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആക്ച്വലി മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഉണ്ടല്ലോ, അത് ഡെപ്തിൽ പോയിട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് ഡീപ്പർ ലെവലിൽ പോയി ചെയ്യും. മറ്റേതെന്ന് പറയുന്നത് ലൈക്ക് കുറച്ചുകൂടെ എങ്ങനെ പറയാം, മുകളിലൂടെയാണ് കട്ട് ചെയ്യുന്നത്. മൈൻഡ് പവർ മുകളിലൂടെയാണ്, കുറച്ച് സ്ലോ ആണ് റിസൾട്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ ഭയങ്കര ഷിഫ്റ്റിംഗ് ആയിരിക്കും പലർക്കും. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് റിലാക്സ്. പക്ഷെ അതിനേക്കാട്ടിലും ഭയങ്കര ഇത് മൈൻഡ് പവർ ചെയ്ത ഒരാൾ EFT ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, EFT എന്ന് പറയുന്ന ഡീപ്പർ ലെവലിൽ പോയിട്ട് സംഗതി ചെയ്യുന്ന ഒരു സാധനമാണ്. ഭയങ്കര ഈസി ടെക്നിക്കാണ്. ഇൻസ്റ്റന്റ് അപ്പ് റിസൾട്ട് കിട്ടും. അസുഖങ്ങൾ മാറാൻ ബെസ്റ്റാണ്. ശരീരവേദന, ക്ഷീണം, ഗ്യാസ്, അത് ഇത് എന്ത് പ്രശ്നം, ഷുഗർ, പ്രഷർ, ഈ പറഞ്ഞ യൂറിക് ആസിഡിന്റെ പ്രശ്നം, വട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ എനർജി കംപ്ലീറ്റ്ലി ഒരു എനർജി ഷിഫ്റ്റ് നടക്കുന്ന സാധനം. അതൊരു വേറെ എക്സ്പീരിയൻസ്, ഒരു എക്സ്പീരിയൻഷ്യൽ ട്രെയിനിങ് ആണ്. അതിലേക്ക് വരിക, എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ 18-ാം തീയതി 7:30 ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യും. ഒന്ന് ആലോചിച്ചിട്ട് എന്താ വെച്ചാൽ എത്രയും ഇവിടെ തീരുമാനം എടുക്കും. നമ്മുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടീമിനൊക്കെ നമ്പർ ബന്ധപ്പെടാം. ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിലേക്ക് എന്ത് വിളിക്കാം, 8086880780 എന്ന് പറഞ്ഞ നമ്പറിലേക്കാണ് വിളിക്കുന്നത്. കാരണം ഞാൻ സത്യം പറയണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ജലീൽ ഭായ്, ഞാൻ എൻ്റെ ലൈഫിൽ, ഞാൻ 2020 ശേഷം ഞാൻ എൻ്റെ ലൈഫിൽ 2021 കൂടിയിട്ട് ഞാനൊരു കുറച്ച് തീരുമാനം എടുത്തി. കുറച്ച് വേറൊരു പ്രൊജക്ടിന്റെ പിന്നാലെ പോയിട്ട് വേറെ 1-2 ട്രെയിനേഴ്സിനെ ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ ഒരു പ്രോജക്റ്റ് നമ്മൾ ഹ്യൂജ് സക്സസിലേക്കും എത്തി. അപ്പം അങ്ങനെ വർക്കൊക്കെ ചെയ്തതിന് ശേഷം, അപ്പം ആ സമയത്ത് ശരിക്കും ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണ് ഈ പറഞ്ഞിരിക്കുന്ന EFT എന്ന് പറയുന്നത്. അപ്പം അത് തായ്ലൻഡിൽ വെച്ചിട്ട് നമ്മൾ പഠിച്ചെടുത്തത്. തായ്ലൻഡിൽ പോയിട്ട് നേരിട്ട് ഇതിന്റെ അയർലൻഡ് എന്നുള്ളതിന്റെ നേരിട്ടുള്ള കോച്ചുണ്ട്, അവരുടെ നിന്ന് പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തത്. പവർഫുൾ ടൂൾ, പെട്ടെന്ന് റിസൾട്ട്, ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്, മെത്തേഡാണ്, ഫാസ്റ്റ് ആണ്, റിസൾട്ട് ഇൻസ്റ്റന്റ് റിസൾട്ട്. എനിക്ക് 20 വർഷത്തോളമായിട്ട് മൈൻഡ് പവർ ഒക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നെങ്കിലും 20 വർഷത്തോളമായിട്ട് എനിക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ EFT പഠിച്ചതോടുകൂടി ഒരു 40 മിനിറ്റ് ഇരുന്ന സെഷൻ, 40 മിനിറ്റ് മാത്രമേ ഇരുന്ന് ടാപ്പ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ കംപ്ലീറ്റ് ആ ഒരു എന്താ പറയുക അസിഡിറ്റി അങ്ങോട്ട് പോയി. അതേപോലെ ചെറുപ്പത്തിലുള്ള ഓരോ ഇൻസിഡന്റ് എടുത്തിട്ട് നമുക്ക് ഹീൽ ചെയ്ത് കളയാൻ പറ്റും. മൈൻഡ് പവറിൽ അത് പഠിപ്പിക്കുന്നില്ല. നമ്മൾ മൈൻഡ് പവറിൽ എടുത്ത് ആകെ ഫോർഗീവ്നെസ്സേ ഉള്ളൂ. പക്ഷേ ഈ ഫോർഗീവ്നെസ് അങ്ങനെയല്ല. ഫോർഗീവ്നെസ് നമ്മൾ EFTയിൽ ഉണ്ടെങ്കിലും ഇതിലെന്താ വെച്ചാൽ ലിറ്ററലി ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ പ്രോഗ്രാം ചെയ്ത ആൾക്കാർക്ക് അറിയാം, രൂപ സാറിന് അറിയാം അല്ലേ, നമ്മുടെ റിലേഷൻഷിപ്പ് പ്രോഗ്രാമിൽ നമ്മൾ ലിറ്ററലി നമുക്ക് ശരിക്കും ഫീൽ ടാപ്പ് ചെയ്ത് നമ്മളത് ഹീലായി എന്നുള്ള ഒരു ഇത് കിട്ടും. അതിന്റെ റെസ്പോൺസ് അപ്പൊ തന്നെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കണക്ട് ആവൂല. അതെ ഇൻസ്റ്റന്റ് റിസൾട്ട്സ് വരും. രൂപ സാറും ഇതേപോലെ വിജയൻ സാറിന്റെ മൈൻഡ് പവർ പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നതാണ് അല്ലേ? ഞാൻ ഒരു 4-5 കോഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊന്നും കിട്ടാത്തൊരു സാധനമാണ് ഇതിൽ നിന്ന് കിട്ടിയത്. അതെ, റിസൾട്ട്സിൽ ഭയങ്കരമായിട്ട് ഉള്ളതും പിന്നെ സാറെ ആത്മാർത്ഥത പിടിച്ചു നിർത്തുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും പ്രോഗ്രാമിലേക്ക് വരാം. ആത്മാർത്ഥത കോഴിക്കോട് ക്ലാസ്സിലെ അന്ന് മനസ്സിലായി. ഓൺലൈനിൽ അത്ര മനസ്സിലായില്ല. ഓഫ്ലൈനിൽ വന്നപ്പോ സാർക്ക് എത്രത്തോളം ഓരോരുത്തരോട് ആത്മാർത്ഥത ഉണ്ടെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഒരിക്കലും തീർച്ചയായും
താങ്ക് യു സോ മച്ച്. ബിക്കോസ് പറയുന്ന പോലെ എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക. ആൾക്കാർ ശരിക്കും ട്രാൻസ്ഫോം ചെയ്യുക അല്ലേ. അതെന്താ വെച്ചാലേ ഒരു ഹീലർ ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം. എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞത്, ഷാഫി ഒരു ഹീലർ ആയിട്ടുണ്ടെങ്കിൽ ഷാഫി ഒരുപാട് പെയിനിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല എന്ന് വെച്ചു. ആക്ച്വലി ആ സംഗതിയാണ് റിയാലിറ്റി. അതാണ്, ഒരുപാട് പെയിനിലൂടെ ചെറുപ്പം മുതലേ കടന്നു പോയിട്ടുണ്ട്. ആ പെയിൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പല പെയിനും പല പ്രശ്നങ്ങളൊക്കെ ഞാനും സിമിലർലി കടന്നു പോയിട്ടുള്ളത്. പിന്നെ അതിന് അത്രയും കടന്നു പോയത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഒരു വരും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും രസകരമായ ഒരു കാര്യം കൂടി പറയാം, സന്തോഷമുള്ള ഒരു കാര്യം പറയാണ്. എനിക്കത് അറിയില്ലായിരുന്നു, കുറെ കാലമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. റീസെന്റ് ആണ് ഞാൻ എൻ്റെ പേരിന്റെ അർത്ഥം ചെക്ക് ചെയ്തത്. മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു വർഷം മുമ്പോ അങ്ങനത്തെ ആണെന്ന് തോന്നണം ഞാൻ സെർച്ച് ചെയ്തത്. അപ്പോഴുണ്ട് കാണുന്നത് പ്രൈസ് വർത്തി ഹീലർ എന്നാണ്. അപ്പോ അപ്പോ ഹീലർ തന്നെയാണ്. ഇപ്പൊ ഇതാണ് പണി, ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് അറിയില്ല ഇനി ഇത് രക്ഷപ്പെടുന്ന എനിക്കറിയില്ല. എനിവേ താങ്ക് യു സോ മച്ച്. അതൊരു അറബിക് വേർഡ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം ഇതാണ് സന്തോഷം. ജസ്റ്റ് ഷെയർ ചെയ്ത് മാത്രം. താങ്ക് യു. ഇറ്റ്സ് സോ വിയേർഡ് അല്ലേ, നമുക്ക് ഒരു പേരിട്ടു നമ്മുടെ മാതാപിതാക്കൾ, പിന്നെ അവസാനം നമ്മള് അത് എത്രത്തോളം വിചിത്രമായി നമ്മുടെ വിധിയായി മാറുന്നു. ശരി, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. Thank you. Thank you, sir. Good day all. Have a great day. Thank you so much. Thank you. Thank you, sir. Valuable class. Thank you so much. Thank you, sir. Thank you very much. Thank you. Thank you. Thank you.